ഹലോ ഫ്രണ്ട്സ്, സ്കെച്ചപ്പിൻ്റെ പുതിയൊരു ട്യൂട്ടോറിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ പേര് സന്ദീപ്. വെൽക്കം ടു മൈ ചാനൽ ടു സ്പേസ് ഡിസൈൻ. അപ്പോൾ ഇന്ന് നമ്മൾ ലാസ്റ്റ് ട്യൂട്ടോറിയൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മൾ കവർ ചെയ്യാൻ പോകുന്നത് ഈ ഒരു പ്ലഗിനാണെന്ന്. ഇത് 101 ബിറ്റ് പ്രോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്ലഗിനാണ്. ഇത് ഡിസ്ക്രിപ്ഷനിൽ തന്നെ ഞാനതിൻ്റെ കഴിഞ്ഞ വീഡിയോ തന്നെ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലും ഇതിൻ്റെ ലിങ്ക് ഉണ്ട്. അപ്പം ഇതിൻ്റെ ട്രയൽ വേർഷൻ കിട്ടും. അത് പ്രോ വേർഷൻ ആണെങ്കിൽ നിങ്ങൾ പേ ചെയ്യേണ്ടി വരും. ട്രയൽ വേർഷൻ ഫ്രീ ആയിട്ട് ഡൗൺലോഡ് ചെയ്യാൻ പറ്റാവുന്നതാണ്. അപ്പം നമുക്ക് പെട്ടെന്ന് ട്യൂട്ടോറിയലിലേക്ക് പോകാം. കാരണം ഇത്രയും ടൂളുള്ളത് കൊണ്ട് തന്നെ ലെങ്ത് ഉണ്ടാവും വീഡിയോ. സോ എല്ലാവരും സ്കിപ്പ് ചെയ്യാണ്ട് കാണുക. കാരണം ഓരോ ടൂള് മിസ്സായി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ അത് നോക്കേണ്ടി വരും. ഓക്കെ, അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഈ ഇതിൽ ഫസ്റ്റത്തെ പ്ലഗിനിൽ ഫസ്റ്റത്തത് ഡ്രോ എ പോയിന്റ് ഓൺ എ ഫേസ് ബൈ ഡിഫൈനിങ് ഹൊറിസോണ്ടൽ. അതായത് നമ്മൾ ഇതിൻ്റെ മലയാളം ഇത്രയേ ഉള്ളൂ. ഈ സാധനത്തിൽ നമുക്ക് ഒരു പെർട്ടിക്കുലർ സ്പേസിൽ നമുക്കൊരു പോയിന്റ് ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് 2-3 ഇത് ചെയ്യാം. ഒന്ന്, നമുക്ക് ഈ ടാപ്പ് ടൂൾ ഉപയോഗിച്ചിട്ട് മെഷർ ചെയ്തിട്ട് കറക്റ്റ് പോയിന്റ് കണ്ടുപിടിച്ചിട്ട് ആ പോയിന്റ് സെലക്ട് ചെയ്യാൻ പറ്റും. അതെല്ലാം ക്രിയേറ്റ് ചെയ്യേണ്ടിയിട്ടാണ് ഈ ഒരു ടെക്നിക്ക്. അപ്പം ഫസ്റ്റ് ഇതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിനു ശേഷം പിക്ക് എ ഫേസ്, അതായത് ഏത് ഫേസിലാണ് നിങ്ങൾക്ക് ഇത് ക്രിയേറ്റ് ചെയ്യേണ്ടത് ആ ഫേസ് ക്ലിക്ക് ചെയ്യുക. സെക്ഷൻ നിങ്ങളെ റെഫറൻസ് പോയിന്റ് ക്ലിക്ക് ചെയ്യുക. അതായത് ഇവിടെ നിന്നാണ് എനിക്ക് തുടങ്ങേണ്ടത്. അപ്പോൾ ഇവിടെ നിന്ന് ഞാൻ റെഫറൻസ് പോയിന്റ് ക്ലിക്ക് ചെയ്തു. നെക്സ്റ്റ് നിങ്ങൾക്ക് എത്ര ദൂരത്തേക്കാണ് പോകുന്നത്. എനിക്കിപ്പോൾ 600ലേക്ക് പോകണം. 600ൽ ഞാൻ 600 എന്ന് ടൈപ്പ് ചെയ്തിട്ട് എൻ്റർ അടിച്ചു. അപ്പോൾ 600ൽ ഒരു പോയിന്റ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ടാവും. ഇനി നിങ്ങൾക്ക് ഹൊറിസോണ്ടലി എത്ര ഹൈറ്റിലേക്ക് ഇത് പോകണം. എനിക്ക് 800ൽ പോകണമെന്നുണ്ടെങ്കിൽ 800 കൊടുക്കുക. അപ്പോൾ അവിടെ ഒരു പോയിന്റ് ക്രിയേറ്റ് ആയിട്ടുണ്ടാവും. നിങ്ങൾ ഡയമെൻഷൻ ടൂൾ ഉപയോഗിച്ചിട്ട് മെഷർ ചെയ്ത് നോക്കി കഴിഞ്ഞാൽ കറക്റ്റ് നിങ്ങൾക്ക് കാണാൻ പറ്റും. 600 ഇവിടുന്ന് ഇവിടത്തേക്ക് 800. അപ്പം ഇങ്ങനെ പോയിന്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ടൂൾ ഉപയോഗിക്കുന്നത്. നെക്സ്റ്റ്, ഫൈൻഡ് ദ സെൻറ്റർ പോയിന്റ് ഓഫ് സർക്കിൾ ഓഫ് ആൻഡ് ആർക്ക്. അതായത് നിങ്ങൾക്ക് ഇത് ചില കേസുകളിൽ, എല്ലാത്തിലും ഇല്ല, ചില കേസുകളിൽ ഇതിൻ്റെ സെൻറ്റർ പോയിന്റ് കിട്ടില്ല. ചില ഇതിൽ ഇങ്ങനെ ഒരു ആർക്കേ ഉണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് ഇതിലിപ്പം കാണിക്കും. കാരണം നമ്മൾ ആർക്കും റൗണ്ടുമാണ് വരച്ചതുകൊണ്ട് സെൻറ്റർ പോയിന്റ് ഇവിടെ ഷോ ചെയ്യും. ചിലതിൽ ഇങ്ങനെ കാണിക്കത്തില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇപ്പം ഈ ഒരു റൗണ്ടിൻ്റെ സെൻറ്റർ പോയിന്റ് നിങ്ങൾക്ക് എവിടെയാണെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ ഇത് ക്ലിക്ക് ചെയ്യുക. ഫസ്റ്റ് പോയിന്റിൽ ക്ലിക്ക് ചെയ്യുക. സെക്കൻഡ് അതിൻ്റെ ഓപ്പോസിറ്റ് പോയിന്റ് ക്ലിക്ക് ചെയ്യുക. തേർഡ് പോയിന്റ് ഇത് കാണിക്കും, അതിൽ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ സെൻറ്റർ പോയിന്റ് കിട്ടും. അതേപോലെ നെക്സ്റ്റിലും ഇവിടെ ഒരു പോയിന്റ്, ഇവിടെ ഒരു പോയിന്റ് ക്ലിക്ക് ചെയ്തു. തേർഡ് പോയിന്റ് ആയിട്ട് ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ സെൻറ്റർ പോയിന്റ് ആണ്. അപ്പോൾ ആ സെൻറ്റർ പോയിന്റ് ഫൈൻഡ് ചെയ്യേണ്ടിയിട്ടാണ് ഈ ഒരു ടൂൾ. നെക്സ്റ്റ്, ഡിവൈഡ്. നമുക്കിപ്പോൾ ഒരു എഡ്ജിന് ഈക്വലായിട്ട് ഡിവൈഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഓൾറെഡി ഇതിൻ്റെ അകത്ത് തന്നെ ഒരു ടൂളുണ്ട്. റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് ഡിവൈഡ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെ പോയിന്റ് കാണിക്കും. ഇത് പ്രീവിയസ് ട്യൂട്ടോറിയൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം അതല്ലാതെ നിങ്ങൾക്ക് ഡിവൈഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്യുക. ഇതിൽ നമുക്ക് എത്ര നമ്പർ വെച്ചിട്ടാണ് ഡിവൈഡ് ചെയ്യേണ്ടതെന്ന് കാണിക്കും. 10. നമ്മുടെ സെൻറ്ററിൽ ഒരു പോയിന്റ് ക്രിയേറ്റ് ചെയ്തിട്ട് ആണ് ഡിവൈഡ് ചെയ്യുക. പക്ഷേങ്കിൽ നിങ്ങൾക്ക് ഇവിടുത്തെ ഓപ്ഷൻ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും, പ്ലേസ് എ പോയിന്റ് അറ്റ് ബോത്ത് എൻഡ്സ്. അപ്പോൾ ഇവിടെ ഒരു പോയിന്റ് ക്രിയേറ്റ് ആവും, ഇവിടെ ഒരു പോയിന്റ് ക്രിയേറ്റ് ആവും, പിന്നെ ഈ 10 പോയിന്റ് അതിൻ്റെ ഉള്ളിൽ ക്രിയേറ്റ് ആവും. ഓക്കെ, നമുക്കിപ്പോൾ ക്രിയേറ്റ് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഇവിടെ ഒരു പോയിന്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാവും, ഇവിടെ ഒരു പോയിന്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാവും. ഇത് കറക്റ്റ് ഈക്വൽ 10 ആയിട്ട് ഡിവൈഡ് ആയിട്ടുണ്ടാവും. സോ നമ്മൾ അടുത്തത് അതിൻ്റെ അകത്ത് തന്നെയുള്ള ഒരു ഓപ്ഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്ലേസ് ദ പോയിന്റ് മിഡിൽ ഓഫ് ഈച്ച് സെഗ്മെൻറ്റ്സ്. അതായത് നമ്മൾ ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ രണ്ട് എൻഡിലുള്ള പോയിന്റ് ഉണ്ടാവില്ല. സെൻറ്ററിൽ ഒരു പോയിന്റ് വെച്ചിട്ട് അതിൽ നിന്ന് ഈക്വൽ ആയിട്ടാണ് 10 പോയിന്റ് ഡിവൈഡ് ആവുക. ഇപ്പോൾ നമ്മൾ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ കാണാൻ പറ്റും, സെൻറ്ററിൽ ഒരു പോയിന്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാവും. ഈ എൻഡിലും പോയിന്റ് ഉണ്ടാവില്ല, ഈ എൻഡിലും പോയിന്റ് ഉണ്ടാവില്ല. കറക്റ്റ് ഈക്വൽ 10 ആയിട്ട് ഇത് ഡിവൈഡ് ആവും. ഈ പോയിന്റ് ഉണ്ടാവില്ല. ഓക്കെ, നെക്സ്റ്റ് അതിൻ്റെ അകത്തുള്ള ഓപ്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫിക്സഡ് ഡിസ്റ്റൻസ് ഈ സെഗ്മെൻറ്റ്സ്. അപ്പോൾ അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു സെൻറ്ററിൽ പോയിന്റ് നിന്ന് എത്ര അകലത്തിലാണ് അടുത്ത പോയിന്റ് വേണമെന്ന് ഈക്വലായിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്ത് തരും. ഇപ്പോൾ 300 mm വെച്ചിട്ട് എനിക്ക് ഡിവൈഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ കറക്റ്റ് സെൻറ്റർ പോയിന്റിൽ നിന്ന് 300 mm എല്ലാം ഡിവൈഡ് ആയിട്ടുണ്ടാകുക. അങ്ങനെ ഡിവൈഡ് ചെയ്യേണ്ടിയിട്ടാണ് ഇത്. അടുത്തത് സെറ്റിംഗ് ഔട്ട് ഓഫ് മിഡിൽ
സ്പേസ് ഫ്രോം ദ മിഡിൽ പോയിന്റ്. ഇത് ഇതേപോലെ തന്നെയാണ്. അതായത് മിഡിൽ ഇതിട്ട് ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇത് കേട്ടോ, സെൻട്രൽ പോയിന്റിൻ്റെ അകത്ത് നിന്ന് അടുത്ത പോയിന്റിലേക്കുള്ള ദൂരമാണ് പറയുന്നത്. അടുത്തത് സെൻട്രൽ പോയിന്റിൻ്റെ അകത്ത് നിന്ന് ടോട്ടൽ ഉള്ള ദൂരം. അതായത് നിങ്ങൾക്കൊരു പോയിന്റ് ഉണ്ടാവില്ല സെൻട്രലിൽ, ആ സ്പേസ് ഇട്ടിട്ട് അവിടെ നിന്ന് ടോട്ടലായിട്ട് ഡിവൈഡ് ചെയ്തിട്ട് ഉള്ള പോയിന്റ് സ്പേസിംഗ് ആണ് ഇവിടെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇത് സെറ്റിംഗ് ഔട്ട് ഓഫ് മൈ സ്റ്റാർട്ട് പോയിന്റ്. നിങ്ങൾ ആദ്യത്തെ പോയിന്റിൽ വിട്ടിട്ട് ഇത്ര ഗ്യാപ്പിൽ 300 mm ഗ്യാപ്പ്, അതായത് 30 cm ഗ്യാപ്പിൽ അടുത്ത പോയിന്റ് ക്രിയേറ്റ് ആയി പോയിക്കൊണ്ടേയിരിക്കും. അതാണ് ഈ 3 ഓപ്ഷൻസ്. ഈവൻലി ഡിവൈഡ് ഈച്ച് സെഗ്മെന്റ് ഡസ് നോട്ട് എക്സിസ്റ്റ്. അതായത് ഇത് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ കറക്റ്റ് 300 ആയിരിക്കും ഇവിടുന്ന്. അതായത് ഇപ്പം നിങ്ങൾ ഇത് വെച്ച് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ കറക്റ്റ് 300 ആയിരിക്കും, ഇവിടെയും കറക്റ്റ് 300 ആയിരിക്കും. അത് കറക്റ്റായിട്ട് ഫുൾ ഡിവൈഡ് ചെയ്ത് പോകും. മറ്റതിൽ എൻ പോയിന്റ് ഉണ്ടാവില്ല. അതാണ് വ്യത്യാസം. സ്പീഡ് പോകുന്നത് ടൈം ഇല്ലാത്തതുകൊണ്ടാണ്. ഓക്കെ, നെക്സ്റ്റ് അലൈൻ സെലക്റ്റഡ് എൻറ്റിറ്റി ടു പിക്ക് പോയിന്റ്. ഓക്കെ, ഇത് എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം നമ്മളിവിടെ ഒരു വിൻഡോ, ഒരു വാൾ ക്രിയേറ്റ് ചെയ്തു, അതിനൊരു വിൻഡോ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു വിൻഡോനെ കറക്റ്റ് ഇതിൻ്റെ ഉള്ളിൽ പ്ലേസ് ചെയ്യാം. ജസ്റ്റ് ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ കൊണ്ടുവന്ന് ഡ്രാഗ് ചെയ്തിട്ട് ഇവിടെ വെച്ചാൽ ഈ വിൻഡോ ഇതിൻ്റെ ഉള്ളിൽ പ്ലേസ് ആവും. പക്ഷേ ചില കേസുകളിൽ, അപ്പോൾ ഇങ്ങനത്തെ കേസുകളിൽ ഒരിക്കലും നമുക്ക് ഡയറക്റ്റ് കൊണ്ടുപോയി വെക്കാൻ പറ്റില്ല. നിങ്ങൾ ഇവിടുന്ന് ഇങ്ങനെ എടുത്ത് ഡയറക്റ്റ് കൊണ്ടുപോയിട്ട് വെച്ച് കഴിഞ്ഞാൽ ഇത് ഇങ്ങനെ വരിക. അപ്പം നമുക്ക് ഇതിനുള്ളിൽ പ്ലേസ് ചെയ്യാൻ എളുപ്പ വഴി, നമ്മൾ ആദ്യം ഇതിൽ ക്ലിക്ക് ചെയ്യാം, അലൈൻ സെലക്റ്റഡ് എൻറ്റിറ്റി ടു പിക്ക് പോയിന്റ്സ്. അതിൽ സെലക്ട് ചെയ്യാം. നമ്മുടെ ഫസ്റ്റ് പോയിന്റ് സെലക്ട് ചെയ്യുക, സെക്കൻഡ് പോയിന്റ് സെലക്ട് ചെയ്യുക, അതിനെ ഡ്രാഗ് ചെയ്ത് തേർഡ് പോയിന്റ് സെലക്ട് ചെയ്യുക. ഇവിടെ വരിക, നമ്മളിവിടെ സെലക്ട് ചെയ്ത അതേ മോഡൽ, ഇവിടെ ഫസ്റ്റ് പോയിന്റ്, ഇവിടെ സെക്കൻഡ് പോയിന്റ്, ഇവിടെ അതിൻ്റെ തേർഡ് പോയിന്റ്. അപ്പോൾ അത് ഓട്ടോമാറ്റിക്കായിട്ട് ആ വ്യൂവിൽ വന്നിട്ട് സെറ്റ് ആവും. ഒന്നുകൂടി കാണിച്ചു തരാം. ജസ്റ്റ് ഇതിൽ ക്ലിക്ക് ചെയ്യാം. ഈ ബാക്കല്ല, ഇവിടെയാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നതെങ്കിൽ ഇത് വന്നിട്ട് ഇവിടെ നിൽക്കും. അപ്പോൾ ഇത് പ്രൊജക്റ്റഡ് ആയിരിക്കും. സോ നമുക്ക് ഇത് പ്രൊജക്റ്റഡ് വേണ്ട, ഉള്ളിലേക്ക് വേണ്ട. അപ്പോൾ നമ്മൾ ഫസ്റ്റ് പോയിന്റ് ഇത് സെലക്ട് ചെയ്തു, സെക്കൻഡ് പോയിന്റ് ഇത് സെലക്ട് ചെയ്തു, തേർഡ് പോയിന്റ് ഇത് സെലക്ട് ചെയ്തു. ഇതിൽ ഫസ്റ്റ് പോയിന്റ് ഇത്, സെക്കൻഡ് പോയിന്റ് ഇത്, തേർഡ്. അപ്പോൾ ഇത് കറക്റ്റ് ഇതിൻ്റെ ഉള്ളിൽ വന്നിട്ട് ഫിറ്റ്. ഓക്കെ, നെക്സ്റ്റ് സെറ്റ് വർക്കിംഗ് ലെയർ ടു സെലക്റ്റഡ് എൻറ്റിറ്റി. അത് ഈ രണ്ട് ഓപ്ഷന് എൻ്റെ ഈ വേർഷനിൽ വർക്ക് ചെയ്യുന്നില്ല. കാരണം ഞാൻ 2020 യൂസ് ചെയ്യുന്നത്. ഇത് പഴയ പ്ലഗിന് എൻ്റെ കയ്യിലുള്ള. ഇത് സംഭവമൊന്നുമില്ല, നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ള ഇപ്പം നമ്മൾ ഒരു ബോക്സ് സെലക്ട് ചെയ്ത് അതിനെ ഗ്രൂപ്പ് ചെയ്ത് അപ്പോൾ ഇത് ഇപ്പോൾ പഴയ വേർഷനിൽ ലെയർ ആയിട്ടാണ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുക. ഇതിൽ ടാഗ് ആയിട്ടാണ്. ലെയർ എന്നുള്ള ഓപ്ഷൻ ഇല്ല. അപ്പോൾ ലെയർ എന്നുള്ള ഈ ഒരു കമാൻഡ് ഇതിൽ വർക്ക് ചെയ്യുന്നില്ല. നമ്മളിൽ ഇപ്പോൾ ടാഗ് എന്ന് പറഞ്ഞിട്ടുള്ള ഇപ്പോൾ നമുക്ക് ജനറലായിട്ട് ഒരു ടാഗ് മാത്രമല്ല, അതായത് ഒരു ലെയർ മാത്രമേ ഉള്ളൂ. ഇതിനുള്ള ലെയർ ഇല്ല. ഇതെല്ലാം ഒരു ലെയറിൽ തന്നെ ഉണ്ടാകുക. സോ ഇപ്പം നമ്മളിപ്പം ഈ ഒരു പ്ലഗിൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ക്രിയേറ്റ് ചെയ്തിട്ട് ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിതൊരു ബോക്സ് എന്ന് പറഞ്ഞ ഒരു ലെയർ ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു ലെയറിലേക്ക് ഇത് ഓട്ടോമാറ്റിക്കായിട്ട് മൂവ് ആവും. പക്ഷേ എൻ്റെ ഇതിൽ മൂവ് ആവുന്നില്ല, കാരണം പുതിയ വേർഷൻ ആയതുകൊണ്ട് മൂവ് ആവുന്നില്ല. സാധാരണ ഇതിൻ്റെ അകത്ത് നിന്ന് മൂവ് ആവും. നമ്മൾ സാധാരണ ഇത് ചെയ്തിട്ട് ഈ ഒരു ബോക്സ് ലെയർ സെലക്ട് ചെയ്തതിന് ശേഷം ഇതിൽ 2020 ചെയ്യുന്നത് ഇത് സെലക്ട് ചെയ്തതിന് ശേഷം ടാഗിൻ്റെ ഇവിടെ എൻറ്റിറ്റി ഇൻഫോ എന്നിട്ടുള്ളതിൽ അൺടാഗിൽ ടാഗ് പോയിട്ട് ബോക്സ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഈ ബോക്സ് ഈ ഒരു ടാഗിലേക്ക് മാറിയിട്ടുണ്ടാവും. അപ്പോൾ ഇനി നിങ്ങൾ ഇത് ഹൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ബോക്സ് ഹൈഡ് ആവും. പക്ഷേ ഈ ഒരു പ്ലഗിനിൽ എനിക്കത് വർക്ക് ചെയ്യുന്നില്ല. അതുകൊണ്ട് ഇത് രണ്ടും അത് തന്നെയാണ്, ഗ്രൂപ്പ് വൈസ് ആയിട്ടും സിംഗിൾ ഒബ്ജക്റ്റ് ആയിട്ടും ഹൈഡ് ചെയ്യേണ്ടിയിട്ടുള്ളതാണ്. അത് രണ്ടും എൻ്റെ വർക്ക് ആവുന്നില്ല. സോ നെക്സ്റ്റ്, ഡ്രോ എഡ്ജ് ലൈന് പെർപെൻഡിക്കുലർ ടു ദ ഫേസ്. അതായത് നമ്മൾ ഇപ്പം ഇങ്ങനെ ചരിഞ്ഞ് നിൽക്കുന്ന ഇങ്ങനത്തെ നമുക്ക് ഈസി ആയിട്ട് വരക്കാൻ പറ്റും. പക്ഷേ ഇങ്ങനെ ഒരു ഓപ്ഷൻ കൊടുത്തത് കുറച്ചും കൂടി എളുപ്പത്തിൽ ചെയ്യേണ്ടിയിട്ടായിരിക്കാം. സാധാരണ ഇവിടുന്ന് ഒരു പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഒരു ലൈന് സാധാരണ ഇങ്ങനെ വരക്കാൻ പറ്റും. ചില കേസിൽ വരക്കാൻ പറ്റില്ല. കാരണം ഒരു റൗണ്ടഡ് എഡ്ജ് അങ്ങനത്തെ എല്ലാം ആണെങ്കിൽ ആ ഒരു കേസ് കിട്ടില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഡബിൾ ക്ലിക്ക് ചെയ്ത് നമ്മൾ ഈ ഗ്രൂപ്പ് ഓപ്പൺ ചെയ്യുക. അതിനുശേഷം ഈ പെർപെൻഡിക്കുലർ ലൈൻ സെലക്ട് ചെയ്തിട്ട് ഇവിടുന്ന് നമുക്ക് പെർപെൻഡിക്കുലർ ആയിട്ട് ഒരു ലൈൻ ഇങ്ങനെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഹൈലൈറ്റ് ചെയ്ത് കാണിക്കും ആ ലൈന്.
അങ്ങനെ ക്രിയേറ്റ് ചെയ്യാം. അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു പെർപെൻഡിക്കുലർ ലൈൻ ഉപയോഗിക്കുന്നത്. നെക്സ്റ്റ്, ഡ്രോ എ ഫേസ് ഓൺ എ പ്ലെയിൻ ഡിഫൈൻഡ് ബൈ 3 പിക്ഡ് പോയിന്റ്. ഓക്കെ, നമ്മൾ ഈ ഒരു ഒബ്ജക്റ്റ് ഞാനിവിടെ ഉണ്ടാക്കിയ ഈ ഒരു ഒബ്ജക്റ്റിനെ നമുക്ക് ഇവിടത്തേക്ക് പ്രൊജക്റ്റ് ചെയ്യിപ്പിക്കാൻ പറ്റും. അതായത് ഇപ്പോൾ ഇത് എക്സ്പ്ലോഡഡ് ആണ്. നമ്മളിത് ഓവറോൾ സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്തതിന് ശേഷം ഇത് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തിട്ട് ഈ ഒരു പോയിന്റ്, സെക്കൻഡ് പോയിന്റ്, തേർഡ് പോയിന്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഇതിലേക്ക് പ്രൊജക്റ്റ് ആയിട്ടുണ്ടാവും. അപ്പോൾ ഇത് നിങ്ങൾക്ക് 2D ലൈനിൽ എടുക്കണമെങ്കിൽ എളുപ്പമായിട്ട് കൊണ്ടുവരാൻ പറ്റും. ഈസിയാണ്. അതേപോലെ നമുക്ക് ഇത് വെച്ച് ഡ്രോവും ചെയ്യാം കേട്ടോ. ഇതിപ്പം ഇത് സെലക്ട് ചെയ്തു. അടുത്ത് നമ്മൾ ഇവിടെ വെച്ചിട്ട് നമുക്ക് ഇത് സെലക്ട് ചെയ്തതിന് ശേഷം സെലക്ട് ചെയ്തു, ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്. ഇനി നമ്മൾ ഇതിൻ്റെ മുകളിൽ വെച്ച് വരച്ചു കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കറക്റ്റ് ഇതിൻ്റെ മേലെ വെച്ചിട്ട് വരച്ചെടുക്കാനും പറ്റും. കാണാം അവിടെ പ്രൊജക്റ്റായി വരും. അങ്ങനെ വരച്ചെടുക്കാം. രണ്ടും ഇങ്ങനെ സെലക്ട് ചെയ്തിട്ട് ഓവറോൾ സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്തതിന് ശേഷം ഇതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തിട്ട് ഇവിടുത്തെ ഫസ്റ്റ് പോയിന്റ്, സെക്കൻഡ് പോയിന്റ്, തേർഡ് പോയിന്റ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ഇതുപോലെ പ്രൊജക്റ്റ് ആവും. ഓക്കെ, നെക്സ്റ്റ്. ഇത് ഇപ്പം നിങ്ങൾ കാണാൻ പറ്റും, ഇത് മൂന്നും ഒരേ സൈസാണ്, ഇത് മാത്രം സൈസ് വ്യത്യാസമുണ്ട്. അപ്പം ഇങ്ങനെയുള്ള ഒരു ലൈനിൽ നമുക്ക് ഒരിക്കലും ഒരു പ്ലെയിന് ക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം ആ പോളിഗണ് ഇവിടെ കട്ടായിട്ടുണ്ടാവും. പിന്നെ നമ്മൾ ഇവിടെ ഇങ്ങനെ കണക്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിത് രണ്ടാക്കിയിട്ട് വരക്കാൻ പറ്റും. പക്ഷേങ്കിൽ ഇതിൽ നിങ്ങൾക്ക് ഈ ഒരു ടൂൾ ഉപയോഗിച്ച് ചെയ്യാം, പക്ഷേ കുറച്ചത് ലെവലാക്കി വെക്കും. ഓക്കെ, ഈ ഒരു ടൂൾ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഈ ഒരു പോയിന്റ്, സെക്കൻഡ് പോയിന്റ്, തേർഡ് പോയിന്റ്, ഫോർത്ത് പോയിന്റ് വെച്ചിട്ട് ഇത് ക്ലോസ് ചെയ്തിട്ട് ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഒരു പ്ലെയിൻ ക്രിയേറ്റ് ആവും. പക്ഷെ അത് അതിന് കണക്കാക്കിയിട്ട് കുറച്ച് ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാവും. സോ അങ്ങനെ ഒരു ഫേസ് ഉണ്ടാക്കേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് ഈ ഓപ്ഷൻ. നെക്സ്റ്റ്, എക്സ്ട്രൂഡ് ഫേസ് അലോങ് പാത്ത്. അതായത് നമ്മൾ ഒരു ലൈന് ക്രിയേറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ആ ലൈനിലൂടെ ഒരു ഒബ്ജക്റ്റ് എക്സ്ട്രൂഡ് ചെയ്യണമെങ്കിൽ ഉപയോഗിക്കുന്നതാണ് എക്സ്ട്രൂഡ് അലോങ് പാത്ത്. ഞാൻ ഈ ഇത് സെലക്ട് ചെയ്തതിന് ശേഷം എക്സ്ട്രൂഡ് അലോങ് പാത്ത് കൊടുത്തു, ഫേസ് അലോങ് പാത്ത്. ഇനി ഈ ഫേസിൻ്റെ റെഫറൻസ് പോയിന്റ് ഞാൻ സെലക്ട് ചെയ്തിട്ട് ഇവിടെ വെച്ചു. അപ്പോൾ നിങ്ങൾക്ക് കാണാം ആ ഒരു ഷേപ്പ് ഇതിലോട്ട് എക്സ്ട്രൂഡ് ആയിട്ടുണ്ടാവും. നമ്മൾ ഫോളോ മീ ടൂൾ ചെയ്യുന്നില്ലേ അതേപോലെ. പക്ഷെ ഫോളോ മീ ടൂളിന് നിങ്ങൾ ഈ ഒരു ഫേസ് ഈ ഒരു പെർപെൻഡിക്കുലർ ഏരിയയിൽ ക്രിയേറ്റ് ചെയ്യണം, അല്ലെങ്കിൽ ഈ ഒരു പാത്തിലോട്ട് അത് മൂവ് ആവില്ല. പക്ഷെ ഇതിൽ അങ്ങനെ വേണ്ട, നിങ്ങൾക്ക് എവിടെ വേണ്ടെങ്കിലും ഫേസ് വരച്ചതിന് ശേഷം എക്സ്ട്രൂഡ് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ്, എക്സ്ട്രൂഡ് സെലക്റ്റഡ് പ്രൊഫൈൽ അലോങ് സെലക്റ്റഡ് പാത്ത്. അതായത് നിങ്ങൾ ഇപ്പം ഇവിടെ നമുക്ക് ചില പാത്തുകൾ ഉണ്ടാവും ഈ കാറിങ്ങനെ കയറിപ്പോകുന്നതിലും ബിൽഡിങ്ങിലേക്കല്ല. അപ്പോൾ അങ്ങനെയുള്ള സാധനം ആ പ്രൊഫൈൽ അതിലേക്ക് നിങ്ങൾക്ക് എക്സ്ട്രൂഡ് ചെയ്യണമെങ്കിൽ ഇത് ഉപയോഗിക്കാം. ഇത് സെലക്ട് ചെയ്യുക. ഓവറോൾ സെലക്ട് ചെയ്തതിന് ശേഷം ഇതിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നമുക്ക് ഇത് ചോദിക്കും മെയിൻറ്റെയിൻ വേർട്ടിക്കൽ സെക്ഷൻ പ്രൊഫൈൽ. അതെ, ഇനി നമുക്ക് ഇതിൻ്റെ പ്രൊഫൈലിൻ്റെ ഫേസ് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമ്മൾ റെഫറൻസ് പോയിന്റ് സെലക്ട് ചെയ്യുക. എന്നിട്ട് നമുക്ക് ഈ ഒരു ലൈൻ സെലക്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് കാണാം നമ്മളായി ബിൽഡിങ്ങിലേക്കെല്ലാം നമ്മൾ കാറ് കയറ്റുന്ന ആ ഒരു പാത്ത് ഉണ്ടാവില്ല, ഒരു ഇതുപോലെ സ്റ്റെയർ പോലത്തെ സാധനം അതിലേക്ക് ക്രിയേറ്റ് ആവും. ഓക്കെ, നെക്സ്റ്റ്. ഇങ്ങനെയുള്ളൊരു ഒരു കോൺ ആംഗിളിന് നമുക്ക് ഇവിടെ വെച്ച് കട്ട് ചെയ്യണം. ഈ ഒരു സ്ഥലത്ത് വെച്ച് കട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതിൽ നെക്സ്റ്റ് ഇതാണ് ടൂള്, എക്സ്ട്രൂഡ് സെലക്റ്റഡ് പ്രൊഫൈൽ മെയിൻലി ടാപ്പാഡ് ആയിട്ടുള്ള ഇതിനെ എക്സ്ട്രൂഡ് ചെയ്യാനും കട്ട് ചെയ്യാനും ഉപയോഗിക്കും. സോ നമ്മളിത് സെലക്ട് ചെയ്തതിന് ശേഷം അതിൽ ചോദിക്കും എഡ്ജ് സെലക്ട് ചെയ്യില്ല. സോ നമ്മൾ എന്ത് ചെയ്യണം, ആദ്യം ഈ ഒരു ഫേസ് സെലക്ട് ചെയ്തതിന് ശേഷം ഇതിൽ ക്ലിക്ക് ചെയ്യുക. ട്രേസ് ഒറിജിനൽ ഫേസ് പ്രൊഫൈൽ യെസ് കൊടുക്കുക. ഇനി നമുക്ക് കണ്ട നമ്മൾ ലൈന് അതിന്
കണക്കായിട്ട് മൂവ് ആവും. ഇത് ശരിക്കും കട്ടാവുകയാണ് ചെയ്യുക. നിങ്ങൾക്ക് എവിടെ വേണമെന്ന് അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് കട്ടായി പോകും. ശരി, നമുക്കത് അയ്യോ കട്ട് ചെയ്യേണ്ട, ഞങ്ങൾക്ക് മുകളിലോട്ട് തന്നെ വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇത് ക്ലിക്ക് ചെയ്യുക, രണ്ടാമത് അതിൽ ക്ലിക്ക് ചെയ്യുക, ട്രേസ് ഒറിജിനൽ ഫേസ് കൊടുക്കുക. ഇനി നിങ്ങൾക്ക് എവിടത്തേക്കാണ് വേണ്ടുന്നത് അവിടെ തന്നെ കൊണ്ടുപോയിട്ട് ഒന്നുകൂടി ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അത് എക്സ്ട്രൂഡ് ആയിട്ട് ഓട്ടോമാറ്റിക്കായിട്ട് അവിടെ തന്നെ വരും. അതിനുള്ള ഒരു ടൂളാണ് ഇത്. ഓക്കെ, ഇത് കുറച്ച് യൂസ്ഫുൾ ആയിട്ടുള്ള സാധനമാണ്. ഇതിൻ്റെ പേര് എക്സ്ട്രൂഡ് സെലക്റ്റഡ് ഫേസ് ടു ടാർഗറ്റ് പ്ലെയിൻ. ഓക്കെ, ഇപ്പം നമ്മളെ കേസിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിങ്ങനെ ഒരു റൂഫ് ഉണ്ടാക്കി. ആ റൂഫിന് നമുക്ക് ഇവിടെ ഒരു ചെറിയ ഒരു കോർണർ, ഈ വിക്ടോറിയൻ സ്റ്റൈൽ ബിൽഡിങ്ങിലെല്ലാം ഉണ്ടാവും അങ്ങനത്തെ ഒരു, ഇപ്പം ഞാൻ കാണിച്ചത് ഈ സാധനം ക്രിയേറ്റ് ചെയ്യുന്നിടത്ത് നമുക്ക് ഇവിടുന്ന് നമ്മൾ സാധാരണ എന്താ ചെയ്യുക വെച്ചാൽ ഇവിടുന്ന് ഇതിനെ എക്സ്ട്രൂഡ് ചെയ്ത് ഇതിൻ്റെ ഉള്ളിൽ കൊണ്ടുവച്ചിട്ട് ഇവിടെ ഇങ്ങനെ ലൈന് വരച്ചിട്ട് ഇതിനെ കട്ട് ചെയ്ത് കളയുക. പക്ഷേ അതിൻ്റെ ആവശ്യമൊന്നുമില്ല. ഈ ഫേസ് സെലക്ട് ചെയ്തതിന് ശേഷം ഇതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അത് ചോദിക്കും ട്രേസ് ഒറിജിനൽ ഫേസ് പ്രൊഫൈൽ, യെസ് കൊടുക്കുക. നെക്സ്റ്റ് പോയിന്റ് ക്ലിക്ക് ചെയ്യാൻ പറയും. അപ്പം നിങ്ങൾ ഈ ഒരു ഫേസിലേക്ക് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ആ ഫേസിൽ അത് ട്രേസ് ചെയ്ത് വെച്ചാണ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ആ പോയിന്റിൽ അത് ക്രിയേറ്റ് ആവും. ഇത് കറക്റ്റ് കട്ടായിരിക്കും, അവിടെ നിങ്ങൾക്ക് എക്സ്ട്രാ ഒന്നും ഉണ്ടാവില്ല. സാധാരണ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ബാക്കിലുണ്ടാവും. ഇത് നിങ്ങൾ കറക്റ്റ് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് കണ്ടോ, ഇങ്ങനെ കട്ട് ചെയ്തിട്ട് വരും. അപ്പോൾ അതിനു വേണ്ടി ഉപയോഗിക്കുന്നതാണ് ഇങ്ങനത്തത്. അത് ഈ ഒരു ആ കേസിൽ മാത്രമല്ല, ഇങ്ങനത്തെ കേസിൽ വർക്കാവും. ചില സ്ലോപ്പിംഗ് ഏരിയയിൽ നമുക്ക് ഈ ഒരു ഇതിൽ എക്സ്ട്രൂഡ് ചെയ്തിട്ട് ഇങ്ങനെ കട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത്രയും ഭാഗം എക്സ്ട്രാ വരും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഇത് സാധാരണ എങ്ങനെ ചെയ്യാമെന്ന് അതും കൂടി പറഞ്ഞിട്ടുണ്ട്. സാധാരണ ഇത് ഈ ടൂൾ ഇല്ലാത്ത ആൾക്കാർ എങ്ങനെയാണ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ഇൻ്റർസെക്ഷൻ വരുന്നില്ല, ഈ ജോയിൻ്റ് ആയ സ്ഥലം. അപ്പോൾ ഇതൊരു സെലക്ഷൻ ആയിരിക്കും, ഇതും ഒരു സെലക്ഷൻ ആയിരിക്കും. ഇതിപ്പോൾ ഞാൻ എക്സ്പ്ലോർഡ് ചെയ്ത് ഇതൊരു സെലക്ഷൻ ആക്കി. സോ ഞാനിത് രണ്ടും കൂടി സെലക്ട് ചെയ്തു, ഇതും ഡബിൾ ക്ലിക്ക് ചെയ്ത് സെലക്ട് ചെയ്തു, ഇതും ഡബിൾ ക്ലിക്ക് ചെയ്ത് സെലക്ട് ചെയ്തു. റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക, ഇൻ്റർസെക്ട് ഫേസ് വിത്ത് മോഡൽ കൊടുക്കുക. ഓക്കെ, അതിനുശേഷം ഞാൻ ഇത് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു, ഇതും ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. നമുക്ക് ഇവിടെ കാണാൻ പറ്റും, നിങ്ങൾക്ക് ആ കട്ട് ഇങ്ങനെ വന്നിട്ടുണ്ടാകും. അത് ഇത് സെലക്ട് ചെയ്തിട്ട് ഇങ്ങനെ ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനെ പോകും. ഓക്കെ, ഇങ്ങനെ ചെയ്യാൻ പറ്റും. അതിനേക്കാട്ടും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റിയ ഒരു മാർഗ്ഗമാണ് ഇത്. സോ നമ്മൾ എന്ത് ചെയ്യുക, ഇതിൻ്റെ ഫേസിൽ സെലക്ട് ചെയ്യുക, ഇതിൽ സെലക്ട് ചെയ്യുക, എക്സ്ട്രൂഡ് സെലക്റ്റഡ് ഫേസ് ടു ടാർഗറ്റ് പ്ലെയിൻ, എന്നിട്ട് ട്രേസ് കൊടുക്കുക. ഇത് ഇവിടത്തേക്ക് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഒരു ഫേസിൽ ക്ലിക്ക് ചെയ്ത് കണ്ട ഇവിടെ കട്ടായി നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇവിടെ ഇങ്ങനെ കട്ടായിട്ടുണ്ട്. ടിക്ക് ചെയ്യുക, അവിടെ ഇത് സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്തതിന് ശേഷം ഇവിടെ കൊണ്ടുവന്നിട്ട് ട്രേസ് ചെയ്തിട്ട് ഓക്കെ അവിടെ വെച്ച് മുറി. ഇതേപോലെ നമുക്ക് ഇതും ചെയ്യാം. ഇവിടെ വയ്ക്കുക, പ്രസ് ചെയ്യുക, ട്രേസ് ചെയ്യുക, ഇവിടെ കൊണ്ടുവരിക. അപ്പോൾ നിങ്ങൾക്ക് ഇവിടുന്ന് എക്സ്ട്രൂഷൻ ഉണ്ടാവില്ല, കറക്റ്റ് ഇങ്ങനെ മുറിച്ചിട്ട് ഇങ്ങനെ എക്സ്ട്രൂഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, നെക്സ്റ്റ് നമ്മുടെ 3D Max ഒക്കെ ചെയ്യുന്ന ആൾക്കാർക്ക് അറിയാം, ലെയ്ത്ത് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഒബ്ജക്റ്റ് ഉണ്ട് 3D Maxൽ. അതുപോലെ തന്നെയുള്ള ഒരു സാധനമാണ് ഇതിനകത്ത് ഈ ഒരു ഓപ്ഷന്, ക്രിയേറ്റ് റീവോൾവ് സർഫേസ് ഫ്രം എഡ്ജ്. ശരിക്കും ഈ ഒരു ആക്ഷൻ നമ്മൾ സാധാരണ ചെയ്യുന്നത് ഈ ഫോളോ മീ ടൂൾ വെച്ചിട്ടാണ്. പക്ഷേ ചില കേസുകളിൽ ഈ ഫോളോ മീ ടൂൾ വർക്ക് ചെയ്യില്ല, ഇത് കട്ടായി പോകും ഫേസ്. അപ്പോൾ അത് ഈസി ആയിട്ട് നമുക്ക് ഇത് ചെയ്യാൻ പറ്റും. ജസ്റ്റ് ഈ ലൈൻ സെലക്ട് ചെയ്യുക, അതിനുശേഷം നമ്മളൊരു റെഫറൻസ് ലൈൻ ഇവിടെ ക്രിയേറ്റ് ചെയ്യണം. കാരണം ഏത് ആംഗിളിലേക്കാണ് നമുക്കത് വേണ്ടതെന്നുള്ള ആ ഒരു റെഫറൻസ് ലൈൻ ക്രിയേറ്റ് ചെയ്തതിന് ശേഷം ആദ്യം ഈ ലൈൻ സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്തതിന് ശേഷം നെക്സ്റ്റ് ഈ ലെയ്ത്ത് ക്രിയേറ്റ് റിവോൾവ് സർഫേസ് ക്ലിക്ക് ചെയ്യുക. അപ്പം അത് ചോദിക്കും റിവോൾവ് ആംഗിൾ 360 ഡിഗ്രി ആണെങ്കിൽ ഫുൾ റൗണ്ട് കിട്ടും. നിങ്ങൾക്ക് അത്ര വേണ്ട പകുതി ആവുന്നത് 180 കൊടുക്കാം. അതിന് സെഗ്മെൻറ്റ്സ് ചോദിക്കും, അതായത് എത്ര ഇപ്പോൾ സെഗ്മെൻറ്റ്സ് ഒക്കെ കുറച്ച് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ റിവോൾവ് ചെയ്യുന്നത് കട്ടായിട്ട് വരും. സോ നമുക്കിതൊരു 60 കൊടുക്കാം, അപ്പോൾ അത് സ്മൂത്ത് ആയിരിക്കും. നെക്സ്റ്റ് റിവോൾവിങ് സ്കെയിൽ, അതായത് 1 തന്നെയാണ് നമ്മൾ കൊടുക്കുന്നത്. സോ നമ്മൾ ക്രിയേറ്റ് റിവോൾവ് സർഫേസ് കൊടുത്തു. എന്നിട്ട് നമ്മൾ ഈ ഒരു റെഫറൻസ് ആംഗിളിൽ ഫസ്റ്റ് ഇവിടെയും സെക്കൻഡ് ഇവിടെയും ക്ലിക്ക് ചെയ്യുക. കുറച്ച് സമയം എടുക്കും. അപ്പോൾ അത് റിവോൾവ് ആയി. ഇപ്പോൾ നമ്മൾ
ഒരു ഗ്ലാസ് റിവോൾവ് ചെയ്തെടുത്തു. ഇങ്ങനെ ചെയ്യാനാണ്, ആ റിവോൾവിങ് മെത്തേഡിന് വേണ്ടിയിട്ടാണ് ഇത് ഉപയോഗിക്കുന്നത്. നെക്സ്റ്റ് റിവോൾവിങ് കഴിഞ്ഞു. അടുത്തത് മൂവ് സെലക്റ്റഡ് വേർട്ടെക്സ് ടു എനി. ഇതിൽ വേർട്ടെക്സ് മൂവ് ചെയ്യുന്ന ഒരു പരിപാടി സ്കെച്ചപ്പിൽ ഇല്ല, അതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ്. ഇതിന് ശരിക്കും വേർട്ടെക്സ് ടൂൾ എന്ന് പറഞ്ഞൊരു ടൂള് തന്നെ ഉണ്ട്. വേർട്ടെക്സ് ടൂള് നിങ്ങൾ പേഡ് ചെയ്യേണ്ടി വരും. വേർട്ടെക്സ് ടൂളിൽ എൻ്റെ ഇതിൽ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. വേർട്ടെക്സ് ടൂൾ, ഇതാണ് വേർട്ടെക്സ് ടൂൾ. ഇത് ലൈസൻസ്ഡ് വേർഷനാണ്, നിങ്ങൾ പിന്നെ വേണമെന്നുണ്ടെങ്കിൽ വാങ്ങിയാൽ മതി. ഇതാണെങ്കിൽ നമുക്ക് വേർട്ടെക്സ് പിടിച്ചിട്ട് മൂവ് ചെയ്യാൻ പറ്റും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ. വേർട്ടെക്സിനെ നമുക്ക് എഡിറ്റ് ചെയ്യാം. പക്ഷേങ്കിൽ ഇത് പെയ്ഡാണ്. നിങ്ങൾ ഫ്രീ ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്യാം. ഇതിൻ്റെ അകത്ത് ഈ വേർട്ടെക്സ് മൂവിൽ ഇതിൽ ക്ലിക്ക് ചെയ്യുക. ഈ വേർട്ടെക്സ് നിങ്ങൾക്ക് ഈ ഒരു വേർട്ടെക്സിലേക്ക് കൊണ്ടുപോകണമെങ്കിൽ ഇതിങ്ങനെ വെക്കാം. അടുത്തത് ഈ ഒരു വേർട്ടെക്സിലേക്ക് മൂവ് ചെയ്യണമെങ്കിൽ ഇങ്ങനെ. അപ്പോൾ ഇങ്ങനെ നിങ്ങൾക്ക് വേർട്ടെക്സ് മൂവ് ചെയ്യാം. അപ്പോൾ ഇത് ഫ്രീയാണ്. ഓക്കെ, നെക്സ്റ്റ് വേർട്ടെക്സ് കഴിഞ്ഞു. അടുത്തത് ഫില്ലറ്റ് ടു എഡ്ജ് ഉണ്ട്, പിന്നെ ചാംഫർ ടു എഡ്ജ് ഉണ്ട്. ഓക്കെ, ഫില്ലറ്റ് ടു എഡ്ജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ രണ്ട് ലൈന്, ഓക്കെ, നമുക്കിതിനെ ഫില്ലറ്റ് ചെയ്യണം. ഇതിപ്പോൾ ഫില്ലാണെങ്കിലും പ്രശ്നമൊന്നുമില്ല. ഇതിപ്പം കണ്ടോ, ഫില്ലായാലും പ്രശ്നമൊന്നുമില്ല. നമുക്ക് ഇവിടെ ഇങ്ങനെ ഫില്ലറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മളിതിൽ ക്ലിക്ക് ചെയ്യുക. ഫസ്റ്റ് പോയിന്റ് ലൈൻ സെലക്ട് ചെയ്യുക, സെക്കൻഡ് ലൈൻ സെലക്ട് ചെയ്യുക, ഫില്ലറ്റ് എമൗണ്ട് ചോദിക്കും. അപ്പോൾ അതിലൊരു 100 കൊടുക്കുക. ഓക്കെ എടുക്കാം. ഇത് ഇപ്പോൾ 6 സെഗ്മെൻറ്റ്സ് ആയതുകൊണ്ട് കണ്ടോ, നിങ്ങളിവിടെ ബ്രേക്ക് ആയിട്ട് വന്നു. അത് നിങ്ങൾക്ക് സ്മൂത്ത് ആക്കണമെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ലൈൻ ഇതും സെക്കൻഡ് ലൈനും സെലക്ട് ചെയ്തതിന് ശേഷം ഈ സെഗ്മെൻറ്റ്സിൽ 6 എന്നുള്ളത് 12ലേക്ക് മാറ്റാം. 30 കൊടുക്കുക. 30 കൊടുത്ത് കുറച്ചും കൂടി സ്മൂത്തായി. കണ്ടോ, സ്മൂത്തായി. അതേപോലെ ഈ ഒരു സൈഡും കുറച്ച് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ 200 to 250 കൊടുത്തു കഴിഞ്ഞാൽ കുറച്ചും കൂടി സ്മൂത്ത് ആയിരിക്കും. ഓക്കെ, നെക്സ്റ്റ് ചാംഫറും സെയിം തന്നെയാണ്. അതായത് ഇപ്പം ചാംഫർ ഈ ഒരു പോയിന്റും ഈ ഒരു എഡ്ജും ക്ലിക്ക് ചെയ്തു. ഫസ്റ്റ് ചാംഫറിൻ്റെ ഡിസ്റ്റൻസ് 150, സെക്കൻഡ് ചാംഫറിൻ്റെ ഡിസ്റ്റൻസ് 150. അപ്പോൾ കണ്ട, നിങ്ങൾ എന്താ പറയുക, ചാംഫറിൻ്റെ ഡിസ്റ്റൻസ് മാറ്റി കൊടുക്കുന്നത്. ഇപ്പോൾ ഇവിടെ ഒരു 50, ഇവിടെ ഒരു 150 കൊടുത്തിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് സൈഡ് 50 ആവുള്ളൂ, സെക്കൻഡ് സൈഡ് 150ലേക്ക് ചാംഫറാവും. ഓക്കെ, അതാണ് ഈ ചാംഫർ എന്ന് പറഞ്ഞ സാധനം ഉപയോഗിക്കുന്നത്. നെക്സ്റ്റ് എക്സ്റ്റെൻഡഡ് ഗ്യാപ്പ്. നമ്മൾ ഓട്ടോകാഡിൽ ചെയ്യുന്ന പോലെ തന്നെ ലൈനിനെ എക്സ്റ്റെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ആദ്യം സെലക്ട് ചെയ്യുക, ടാർഗറ്റ് എഡ്ജ് സെലക്ട് ചെയ്യുക, എന്നിട്ട് ആദ്യം ഈ എഡ്ജ് സെലക്ട് ചെയ്യുക, അടുത്ത ടാർഗറ്റിലേക്ക് പോവുക. അപ്പോൾ അവിടെ നിങ്ങൾക്ക് ഡോട്ടഡ് കാണിക്കും. ഇങ്ങനെ ലൈൻ എക്സ്റ്റെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് ഉപയോഗിക്കുന്നത്. നെക്സ്റ്റ് ക്രിയേറ്റ് പാരലൽ എഡ്ജസ് ബൈ ഓഫ്സെറ്റിംഗ് അലോങ് ഡിസ്റ്റൻസ്. അപ്പോൾ ഇതെന്ന് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളിപ്പം ഈ ഫുൾ എഡ്ജ് സെലക്ട് ചെയ്തതിന് ശേഷം നമ്മൾ ഓഫ്സെറ്റ് ടൂൾ ഉപയോഗിക്കുന്ന പോലെ തന്നെ, പക്ഷേ ചില കേസിൽ ഓഫ്സെറ്റ് ടൂൾ വർക്ക് ചെയ്യില്ല, പക്ഷേ ഇതെല്ലാ കേസിലും വർക്ക് ചെയ്യും. ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്ര ഡിസ്റ്റൻസിലേക്ക് ഓഫ്സെറ്റ് വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ അത്രയും ഇതിൽ ഓഫ്സെറ്റ് ആവും. ഏത് സൈഡിലേക്കാണ് വേണ്ടത് നിങ്ങൾ സെലക്ട് ചെയ്ത് കൊടുത്താൽ മതി. ഡബിൾ സെലക്ട് ചെയ്യുക, ഇത് കൊടുക്കുക, 100 ഓഫ്സെറ്റ്. ഇന്നർ ആണെങ്കിൽ ഇന്നറിൽ ക്ലിക്ക് ചെയ്യുക, ഔട്ടർ ആണെങ്കിൽ ഔട്ടറിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അത് ഓഫ്സെറ്റ് ആയിട്ടുണ്ടാവും. നെക്സ്റ്റ് ഹോറിസോണ്ടൽ സ്ലൈസ് ത്രൂ കണക്റ്റഡ് ഫേസ് സെലക്ടഡ് ലെവൽ. ഓക്കെ, ഇത് നമ്മളൊരു ഫേസ് സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്തതിന് ശേഷം ഇതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തിട്ട് ഇവിടുന്ന് എവിടത്തേക്കാണ് നമുക്ക് ലൈൻ വേണ്ടത് അവിടെ ക്ലിക്ക് ചെയ്യുക. അവിടെ ഒരു ലൈൻ കട്ടായിട്ടുണ്ടാവും. ഓക്കെ, ഇനി അങ്ങനെയല്ല, നിങ്ങൾക്ക് ഇതിൽ ക്ലിക്ക് ചെയ്യുക, ഫേസ് ക്ലിക്ക് ചെയ്യുക, ഇവിടുന്ന് എവിടത്തേക്കാണ് ലൈൻ വേണ്ടത് അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇത് ഓവറോൾ കട്ടാവും. ഫുള്ളായിട്ട് ഡിലീറ്റ് ചെയ്താൽ പറ്റും. ഒന്നുകൂടി പറഞ്ഞുതരാൻ മനസ്സിലായിട്ടില്ലെങ്കിൽ, നിങ്ങൾക്ക് ഈ ഒരു ഫേസ് മാത്രമാണ് കട്ട് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ ഈ ഫേസ് സെലക്ട് ചെയ്യുക,
എന്നിട്ട് ഇത് പിടിക്കുക, ഹൊറിസോണ്ടൽ സ്ലൈസ് കട്ട് ചെയ്യുക. നിങ്ങൾക്ക് എവിടുന്ന് എത്ര ദൂരത്തേക്കാണ് കട്ട് ചെയ്യുന്നത് അവിടെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ലൈൻ ക്രിയേറ്റ് ആവും. ഇനി അങ്ങനെയല്ല നിങ്ങൾക്ക് ഓവറോൾ കട്ട് ചെയ്യണമെന്നാണെങ്കിൽ ഇതിൽ ക്ലിക്ക് ചെയ്യുക, ഏതാ ഫേസ് എന്ന് വെച്ചാൽ ഫേസ് ക്ലിക്ക് ചെയ്യുക, ഇവിടുന്ന് എത്ര ദൂരത്തിലാണ് വേണ്ടതെന്ന് വെച്ചാൽ അവിടെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഓവറോൾ കട്ടാവും. നിങ്ങൾക്ക് ഇത് ഈസി ആയിട്ട് കട്ട് ചെയ്ത് ഒഴിവാക്കാം. ഇതിൻ്റെ മോളെ ഫില്ല് ചെയ്യണമെങ്കിൽ ജസ്റ്റ് ഇത് സെലക്ട് ചെയ്തതിന് ശേഷം ഈ പെൻസിൽ ടൂൾ വെച്ചിട്ട് ഇവിടെ ഒരു ലൈന് വരച്ചാൽ മതി. ഇപ്പോൾ ഇത് ഫില്ലായി പോകും. ഓക്കെ, നെക്സ്റ്റ് ഓട്ടോമാറ്റിക്കലി സ്ലോപ്പ് ഓർ ക്രിയേറ്റ് സ്ലോപ്പിംഗ് പാത്ത്. ഇതെന്താണ് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഈ 2 ലൈനും ഗ്രൗണ്ട് ലെവലിലാണ് ഉള്ളത്. പക്ഷേ എനിക്ക് ഈ ഒരു എഡ്ജ് ഗ്രൗണ്ടിലും ഈ ഒരു എഡ്ജ് ഞാൻ സ്പെസിഫൈ ചെയ്യുന്ന ഒരു സൈസിലേക്ക് ഹൈറ്റിലാണ് എനിക്ക് വേണ്ടത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിന് ശേഷം ഈ ഒരു എഡ്ജ് സെലക്ട് ചെയ്യുക. എഡ്ജ് സെലക്ട് ചെയ്തതിന് ശേഷം ഇതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പം നമുക്ക് ചോദിക്കും നമ്മളെ ഹൈറ്റ്, ഈ ഹൈറ്റ് എത്രയാണ് വേണ്ടതെന്ന് ചോദിക്കും. ആ ഹൈറ്റ് ഞാനിപ്പോൾ 3 മീറ്റർ ഹൈറ്റ് കൊടുത്തു. ഞാൻ സ്ലോപ്പ് എഡ്ജ് കൊടുത്തു കഴിഞ്ഞാൽ ഫസ്റ്റ് പോയിന്റ് ഇതും സെക്കൻഡ് പോയിന്റ്, അതായത് നമുക്ക് ഭൂമിയിൽ നിൽക്കേണ്ടത് ഈ ഒരു എഡ്ജാണ്, ഹൈറ്റ് വേണ്ടുന്നത് ഈ ഒരു എഡ്ജാണ്. അപ്പോൾ സെക്കൻഡ് ഒബ്ജക്റ്റ് ആയിട്ട് ഇത് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ആ ഒരു എഡ്ജ് മാത്രം പൊങ്ങും. ഓക്കെ, നെക്സ്റ്റ് ഇത് സെലക്ട് ചെയ്യുക, സ്ലോപ്പ് ചെയ്യുക, ഹൈറ്റ് 3 മീറ്റർ ഹൈറ്റ് കൊടുക്കുക. എനിക്ക് സ്ലോപ്പ് എഡ്ജ് ഫസ്റ്റ് പോയിന്റ് ഇത് താഴെ നിൽക്കണം, ഈ സെക്കൻഡ് പോയിന്റ് 3 മീറ്ററിൽ വേണം. അത് വേണ്ട, 3 മീറ്ററിലേക്ക് വേണ്ട. ഇങ്ങനെയാണ് ഞാൻ ഈ ഒരു പാത്ത് ക്രിയേറ്റ് ചെയ്തത്. അപ്പം അങ്ങനെ നിങ്ങൾക്ക് ഹെലിക്സ് ടൂൾ പോലത്തെ സാധനങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് സ്കെയില്, ഡിഫറെൻറ്റ് സ്കെയിൽ. നമ്മൾ സാധാരണ സ്കെയിൽ ഇതിലെങ്ങനെയാണ് ചോദിച്ചാൽ ഇങ്ങനെ സെലക്ട് ചെയ്തതിന് ശേഷം എസ് പ്രസ് ചെയ്തിട്ട് സ്കെയിൽ എടുത്തിട്ട്, അല്ലെങ്കിൽ ഇവിടെ സ്കെയിൽ ടൂളുണ്ട്, ഇവിടുന്ന് ഡ്രാഗ് ചെയ്തിട്ട് സ്കെയിൽ ചെയ്യുക. സ്പെസിഫിക് ആയിട്ട് പോയിന്റ് ഇതിപ്പോൾ കിടക്കുന്നത് 284 ആണ്. ഞാനിതിൽ ക്ലിക്ക് ചെയ്തിട്ട് ശേഷം താഴെ കണ്ട സ്കെയിൽ 1 എന്ന് ഇവിടെ എഴുതി കാണുന്നുണ്ടാവും. അതിൽ ഞാൻ 0.5 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നേരെ പകുതിയിലേക്ക് ഇവിടെ ക്ലിക്ക് ചെയ്ത് താഴേക്കിട്ട് 0.5 0.50 0.50 നേരെ പകുതിയിലേക്ക് സെയിൽ. ഇത് കോമ്പനൻ്റ് ആയതുകൊണ്ടാണ് ഇങ്ങനെ സ്കെയിൽ ആവുന്നത്. നമുക്കത് എക്സ്പ്ലോഡ് ചെയ്യാം. ഞാനിത് ഗ്രൂപ്പാക്കി ഇനി നമുക്ക് സ്കെയിൽ ചെയ്യാം. ഈ സ്കെയിലിന് 0.5ലേക്ക് നേരെ പകുതിയിലേക്ക് അത് സ്കെയിലാവും. ഓക്കെ, അങ്ങനെയാണ് ഇതിനെ സാധാരണ സ്കെയിൽ ചെയ്യുക. അപ്പോൾ നമുക്ക് ഇനി ഉള്ള സ്കെയിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്തുള്ള സ്കെയിലാണ്. അപ്പോൾ നമുക്ക് ഇതിൽ മാർക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഇപ്പോൾ ഇതിൽ ഞാൻ സ്കെയിൽ എടുത്തു കഴിഞ്ഞാൽ ഇത് ചോദിക്കുന്നുണ്ട് സ്കെയിലിംഗ് ഫംഗ്ഷൻ, ഇവിടുന്ന് ഇവിടത്തേക്ക് സ്കെയിലായാൽ മതി എന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് കൊടുക്കുക. നിങ്ങൾക്ക് സ്കെയിൽ ഫാക്ടർ ഇപ്പോൾ 2ലേക്കാണെങ്കിൽ ഇതിൻ്റെ 2 മടങ്ങാണ് വർദ്ധിക്കുക. അപ്പോൾ ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഈ സാധനത്തിന് എക്സ്പ്ലോഡ് ആയിട്ട് കിടക്കുന്നത്. നമുക്കിതിന് പകരം ബോക്സ് വരക്കാം. 1000. ഓക്കെ, ഗ്രൂപ്പ് ചെയ്ത് ഇതിനെ സ്കെയിൽ ചെയ്യാം. ഇതിനെ സ്കെയിൽ ചെയ്തു, 2ലേക്ക് സ്കെയിൽ ചെയ്തു. ഇവിടുന്ന് ക്ലിക്ക്, ഈ ഒരു പോയിന്റ്, അതായത് നിങ്ങളെ ഫസ്റ്റ് പോയിന്റ് ഏതാ അത് ക്ലിക്ക് ചെയ്യുക. സ്കെയില് നെക്സ്റ്റ് 2ലേക്കാണ് സ്കെയിൽ ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ നമ്മൾ ഓക്കെ കൊടുത്തിട്ട് ഈ ഒരു കോർണർ പോയിന്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിന് നേരെ 2 ഇരട്ടി വലുപ്പത്തിലേക്ക് അത് മാറും. ഇത് സെലക്ട് ചെയ്തു. അതിൽ തന്നെ സെക്കൻഡ് ഓപ്ഷനായിട്ട് നമ്മൾ ആക്സസ് വൈസിൽ കൊടുത്തു കഴിഞ്ഞാൽ എക്സ് ആക്സസിലേക്ക് എത്രയാണ്, വൈ ആക്സസിൽ എത്രയാണ്, സെഡ് ആക്സസ്, അത് നിങ്ങൾക്ക് ഒരേപോലെയാണെങ്കിൽ ഒരേ ലൈനിൽ കൊടുക്കുക. അതിന് മാറ്റം ഉണ്ടെങ്കിൽ മാറി കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു ഭാഗത്തേക്ക് മാത്രം, അതായത് നമ്മൾ എക്സിലേക്ക് മാത്രമാണ് നമ്മൾ സ്കെയിൽ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ഭാഗത്തേക്ക് മാത്രമേ സ്കെയിൽ ആവുള്ളൂ. നെക്സ്റ്റ് സ്കെയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് റെഫറൻസ് പോയിന്റ് വെച്ച് സെലക്ട് ചെയ്യാൻ പറ്റും. സോ നമുക്കിപ്പം നമ്മൾ ഓട്ടോകാഡിലൊക്കെ നമ്മൾ റെഫറൻസ് പോയിന്റ് വെച്ചിട്ട് ചെയ്യുന്നുണ്ട്. ഫസ്റ്റ് നമുക്ക് ഇവിടുന്ന് ഇവിടത്തേക്ക്
നമുക്ക് അടുത്തത് വേണ്ടുന്നത് ഇവിടത്തേക്കാണെന്ന് വെച്ചോ. അപ്പോൾ 1400 എനിക്ക് അടുത്ത പോയിന്റ് വേണം. അവിടെ വരച്ചു, ഇത് സെലക്ട് ചെയ്തു, സ്കെയിൽ സെലക്ട് ചെയ്തു, മൂന്നാമത്തെ പോയിന്റ് എടുത്തു, ഇതിൽ നെക്സ്റ്റ് കൊടുത്തു. ഫസ്റ്റ് പോയിന്റ് ഇതാണ്, അടുത്ത സെക്കൻഡ് പോയിന്റ് ഇതിൻ്റെ അടുത്ത റെഫറൻസ് ലൈനാണ്, അടുത്ത മൂന്നാമത്തെ പോയിന്റ് ഈ ഇതിലാണ്. അപ്പോൾ ഇത് കൊടുത്തു കഴിഞ്ഞാൽ കറക്റ്റ് ഈ ഒരു സൈസിലേക്ക് അത് സ്കെയിൽ ആവും. മനസ്സിലായില്ലേ? അപ്പോൾ അങ്ങനെ സ്കെയിൽ ചെയ്യേണ്ടിയിട്ടാണ് ഇത് ഉപയോഗിക്കുന്നത്. ഫസ്റ്റ് ഇതിൻ്റെ 2 പോയിന്റ്, അടുത്ത നിങ്ങൾക്ക് എവിടെയാണോ സ്കെയിൽ ചെയ്യേണ്ടത് അത്രയും പോയിന്റ് ഇവിടുന്ന് ഇവിടത്തേക്ക് സ്കെയിൽ ചെയ്ത് കഴിഞ്ഞാൽ സ്കെയിൽ. ഓക്കെ, നെക്സ്റ്റ് അറയാണ്. അറേ ഇത് ക്രിയേറ്റീവ് അറേ ഫോർ ഗ്രൂപ്പ് ഓർ കോമ്പണന്റ് ലീനിയർ. അതായത് നിങ്ങൾക്ക് ഈ ഒരു ലൈനിൽ ഈ ഒരു ചെയർ അറേ ചെയ്യേണ്ടിയിട്ട് ഈ ഉപയോഗിക്കുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം ഈ ലൈന് സെലക്ട് ചെയ്തു, അറേ കൊടുത്തു, സെലക്ഷൻ ഇത് ചെയർ സെലക്ട് ചെയ്തു, അറേ കൊടുത്തു, 10 പീസ്. ഓക്കെ, പ്ലേസ് എനിറ്റി അറ്റ് ബോത്ത് എൻഡ്സ്. ഈ ഒരു എൻഡിലും ആ ഒരു എൻഡിലും ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യും. അതിൻ്റെ മിഡിലിൽ ബാക്കിയുള്ള ഒബ്ജക്റ്റ് കൂടി ക്രിയേറ്റ് ചെയ്യും. ഞാൻ ക്രിയേറ്റ് അറേ കൊടുത്ത് ഈ ഒരു ലൈനിൻ്റെ ഫസ്റ്റും ഈ ഒരു ലൈനിൻ്റെ ഫസ്റ്റും കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിൽ ചെയർ ക്രിയേറ്റ് ആവും. ഓക്കെ, നെക്സ്റ്റ് പ്ലേസ് അറ്റ് മിഡിൽ ഈച്ച് സെഗ്മെന്റ്സ്. ഈ ഇവിടുന്ന് നമ്മളിപ്പോൾ 10 പോയിന്റ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ പോയിന്റിന്റെ നടുക്കായിരിക്കും ഈ ചെയർ ക്രിയേറ്റ് ആവുക. ഇപ്പം ഞാൻ ഇവിടെ ഒരു പോയിന്റ് വെച്ചു, ഇവിടെ ഒരു പോയിന്റ് വെച്ചു, ഇതാണ് നമ്മുടെ സ്റ്റാർട്ടിങ് പോയിന്റ്. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഓരോ സെഗ്മെന്റ്സിൻ്റെയും സെൻറ്ററിലായിരിക്കും ഓരോ പോയിന്റ് വന്നിട്ട് ആഡ് ആയിട്ടുണ്ടാവുക. അതായത് ഓരോ ഒബ്ജക്റ്റും ക്രിയേറ്റ് ആവുക. നെക്സ്റ്റ് ക്രിയേറ്റ് ഡയമെൻഷൻ ലെയർ. അതായത് നമ്മൾ ഇങ്ങനെയും ചെയർ വേണം, അവിടുന്ന് ഇങ്ങോട്ടേക്കും ചെയർ വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇത് ക്ലിക്ക് ചെയ്യുക, ഇതിൽ ക്ലിക്ക് ചെയ്യുക. നിങ്ങൾക്ക് കോളം ഡിസ്റ്റൻസ് 1 മീറ്റർ, റോ ഡിസ്റ്റൻസ് 1 മീറ്റർ, ഇതിൽ എത്ര പീസാണ് വേണ്ടുന്നത്. ഞാൻ 4 എന്നിട്ട് റോ നമ്പർ ക്രിയേറ്റ് അറേ കൊടുത്തു. ഓക്കെ, സോ നമ്മൾ ആദ്യം എന്ത് ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ ഇത് ക്ലിക്ക് ചെയ്യുക, അതിന് ശേഷം അറേ ക്ലിക്ക് ചെയ്യുക, ക്രിയേറ്റ് അറേ കൊടുക്കുക, ഫസ്റ്റ് ഒരു സ്റ്റാർട്ടിംഗ് പോയിന്റ് ക്ലിക്ക് ചെയ്യുക, പിന്നത്തെ റെഫറൻസ് പോയിന്റ് ക്ലിക്ക് ചെയ്യുക, അതിന് ശേഷം ഈ ഒരു പോയിന്റ്, സെക്കൻഡ് ഈ ഒരു പോയിന്റ്. അപ്പം ഇങ്ങനെ ക്രിയേറ്റ് ആവും. 1 2 3 4 1 2 3 4. ഓക്കെ, ഇങ്ങനെയാണ് അറേ ചെയ്യുന്നത്. നെക്സ്റ്റ് ക്രിയേറ്റ് അറേ ഗ്രൂപ്പ് റൗണ്ടായിട്ട് സർക്കിളിൽ ക്രിയേറ്റ് ചെയ്യുക. ഇതിൽ ക്ലിക്ക് ചെയ്യുക, അതിന് ശേഷം സർക്കിൾ ക്ലിക്ക് ചെയ്യുക, 360 ഡിഗ്രി, അതായത് ഫുൾ റൊട്ടേഷനിൽ നിങ്ങൾക്ക് 360 ഡിഗ്രിയിൽ വേണമെന്നുണ്ടെങ്കിൽ ഇതിൽ ക്ലിക്ക് ചെയ്യുക. നമ്പർ ഓഫ് എനിറ്റീസ് 30 പീസ് വേണം. ക്രിയേറ്റ് അറേ കൊടുക്കുക, ഇവിടുന്ന് ഇവിടത്തേക്ക് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇതിനെ സെൻറ്റർ പോയിന്റ് ആയിട്ട് വെച്ചിട്ട് ആ ഫുൾ ചെയർ ഇതിന് ചുറ്റും അറയാം. ഓക്കെ, നെക്സ്റ്റ് അതേപോലെ തന്നെ നിങ്ങൾക്ക് സ്റ്റെപ്പുകൾ റൊട്ടേഷൻ ആയിട്ടുള്ള സ്റ്റെപ്പ് ക്രിയേറ്റ് ചെയ്യണമെങ്കിലും ഇതേ ഓപ്ഷൻ തന്നെയാണ്. ഫസ്റ്റ് നിങ്ങളൊരു സ്റ്റെപ്പ് വരക്കുക, അതിന് ശേഷം സർക്കിൾ അറേ ക്ലിക്ക് ചെയ്യുക, അതിന് ശേഷം 360 കൊടുക്കുക. നിങ്ങൾക്ക് എത്രയാണ് പീസ് വേണ്ടതെന്ന് കൊടുക്കുക, ക്രിയേറ്റ് അറേ കൊടുക്കുക, ഇവിടുന്ന് അടുത്ത പോയിന്റിലേക്ക് സെലക്ട് ചെയ്യുക. സോറി, ഹൈറ്റ് കൊടുത്തിട്ടില്ല. ഇവിടുന്ന് സർക്കിൾ അറേ കൊടുക്കുക. എനിക്ക് 18 പീസാണ് വേണ്ടുന്നത്. എൻ്റെ ഹൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 മീറ്റർ ഹൈറ്റാണ് കൊടുത്തിട്ടുള്ളത്. ക്രിയേറ്റ് അറേ കൊടുക്കുക, ഫസ്റ്റ് പോയിന്റ് ഇവിടെ, സെക്കൻഡ് പോയിന്റ് ഇവിടെ. അപ്പോൾ നിങ്ങൾ സ്റ്റെപ്പ് പോലെ ക്രിയേറ്റ് ആയിട്ടുണ്ടാവും. ഈ ഒരു സ്റ്റെപ്പ് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത് കോമ്പനൻ്റ് ആണ്. അപ്പോൾ ഒന്നിൽ ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാത്തിലും ചേഞ്ച് ആവും. സോ ഞാൻ ഡബിൾ ക്ലിക്ക് ചെയ്തിട്ട് ഇതിനെ എക്സ്ട്രൂഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെ എല്ലാത്തിലും ആ ഒരു ചേഞ്ചസ് നിങ്ങൾക്ക് കാണാൻ പറ്റും. സോ അതാണ് സർക്കിൾ അറേ. അടുത്തത് നമ്മളൊരു ലൈൻ സെലക്ട് ചെയ്തിട്ട്
ആ ലൈനിൽ, അതായത് അതൊരു കർവായിരിക്കാം. ഇതിപ്പോൾ ഞാൻ ശരി കർവ് തന്നെ എടുക്കാം, നമുക്ക് ലൈന് വേണ്ട. ഞാൻ ഒരു കർവ് ക്രിയേറ്റ് ചെയ്യാം നമുക്ക്. ഓക്കെ, ഡിലീറ്റ് ചെയ്താൽ ഈ ഒരു കർവിൽ നമുക്ക് ഈ ഒരു പോസ്റ്റ് ഈ കർവിൽ റൺ ആവണം. സോ നമ്മൾ എന്ത് ചെയ്യണം, ഇത് സെലക്ട് ചെയ്യുക, എന്നിട്ട് ഈ കർവ് സെലക്ട് ചെയ്യുക, അറേ ക്രിയേറ്റ് അറേ എടുക്കുക, നോ എഡ്ജ് സെലക്ട്, സോ ഇത് രണ്ടും കൂടി വേണം, രണ്ടും കൂടി സെലക്ട് ചെയ്യുക. അതിനുശേഷം ഇത് സെലക്ട് ചെയ്യുക, ക്രിയേറ്റ് അറേ കൊടുക്കുക, ഫസ്റ്റ് സെക്കൻഡ്. ആ ഒരു കർവിനനുസരിച്ചിട്ട് ആ പോസ്റ്റ് ക്രിയേറ്റ് ആവും. നെക്സ്റ്റ് വോള്. നമുക്ക് ഒരു പ്ലാൻ ഇതേപോലെ ഉണ്ടെങ്കിൽ നമ്മൾ അതിൻ്റെ മേലെ നമുക്ക് വോള് വരക്കണമെന്നുണ്ട്. നമ്മൾ സാധാരണ ഇത് ഡബിൾ ക്ലിക്ക് ചെയ്തിട്ട് സാധാരണ ഇതിൻ്റെ മേലെ ഒരു ലൈന് വരച്ചതിന് ശേഷം അതിനെ ഓഫ്സെറ്റ് ചെയ്തിട്ട് നമ്മൾ എക്സ്ട്രൂഡ് ചെയ്യുകയാണ് ചെയ്യുക. അത് ഞാൻ കാണിച്ചിട്ടുണ്ട് പഴയ ക്ലാസ്സിൽ. പക്ഷെ അതിന് പകരം നമ്മൾ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. നമ്മളിതിൽ വോള് ക്ലിക്ക് ചെയ്യുക. ഇതിൽ പലതരം ടൈപ്പിലുള്ള വോളുകളുണ്ട്. സോ നമുക്ക് ഫസ്റ്റത്തെ വോൾ മതി, ഡിഫോൾട്ട് ആയിട്ടുള്ളത്. ബിൽഡ് വോൾ എടുക്കുക. വോളിൻ്റെ വിത്ത് ഞാനിപ്പോൾ 200 കൊടുത്തു, ഹൈറ്റ് 3 മീറ്റർ. ക്രിയേറ്റ് വോൾ എടുക്കുക. ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വോൾ ക്രിയേറ്റ് ആവും. സോ ഇനി നമുക്ക് ഇതിൽ ജനൽ വെക്കണമെന്നുണ്ടെങ്കിൽ ജനൽ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പഴയ ട്യൂട്ടോറിയൽ കാണിച്ചിട്ടുണ്ട്, എന്നാലും കാണിക്കാം. ക്രിയേറ്റ് ഓപ്പണിംഗ് എടുക്കുക. അവിടെ നമുക്ക് വേണ്ടുന്ന വിൻഡോയുടെ ഹൈറ്റ് വിത്ത് മെൻഷൻ ചെയ്യുക. ക്രിയേറ്റ് ഓപ്പണിംഗ് എടുക്കുക. നിങ്ങൾ റെഫറൻസ് ലൈൻ ഇവിടുന്ന് ടാപ്പ് വെച്ചിട്ട് റെഫറൻസ് ലൈൻ ഇവിടുന്ന് സില്ലായിട്ട് കൊടുക്കുക. ഇനി അങ്ങനെ കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ ബോട്ടം ക്ലിക്ക് ചെയ്യുക. ബോട്ടത്തിൽ നിന്ന് മുകളിലോട്ടേക്ക് വരിക്കുക. മുകളിലോട്ടേക്ക് നമുക്ക് ഒരു ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നമുക്ക് എത്രയാണ് ഹൈറ്റിൽ സിൽ ഹൈറ്റ് വേണ്ടത്, 600 അല്ലെങ്കിൽ 600 കൊടുക്കുക. അപ്പോൾ ആ സിൽ ഹൈറ്റിൽ ഒരു വിൻഡോ ക്രിയേറ്റ് ആവും. ഇനി നിങ്ങൾ ഓൾറെഡി സിൽ ഹൈറ്റ് മെൻഷൻ ചെയ്തതാണെങ്കിൽ ജസ്റ്റ് അവിടെ വെച്ചിട്ട് ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വിൻഡോ ക്രിയേറ്റ് ആവും. എങ്ങനെയാണെന്ന് മനസ്സിലായിട്ടില്ല, ഒന്നും കൂടി കാണിച്ചു തരാം. ഡയമെൻഷൻ കൊടുക്കുക, ക്രിയേറ്റ് ഓപ്പണിംഗ് കൊടുക്കുക. സിൽ ഹൈറ്റ് മെൻഷൻ ചെയ്തില്ലെങ്കിൽ താഴെ ഒരു ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം മുകളിലേക്ക് മൗസ് മൂവ് ചെയ്യുക. ഈ ഒരു ആംഗിളിൽ അവിടെ വെറുതെ ഒരു ക്ലിക്ക് ചെയ്യുക റെഫറൻസ് ആയിട്ട്. ഇനി ആ ഒരു ഹൈറ്റ്, സില്ലിൻ്റെ ഹൈറ്റ് എത്രയാണ്, 600 കൊടുക്കുക. അപ്പോൾ 600 കറക്റ്റ് ചെയ്തൊരു ജനൽ കട്ടാവും. ഓക്കെ, നെക്സ്റ്റ് ഗ്രൂവ്. ഗ്രൂവ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം നമ്മൾ ഈ ഒരു വോൾ സെലക്ട് ചെയ്തു, ഈ വോളിൽ എനിക്ക് ഗ്രൂവ്സ് വേണം. അങ്ങനെയാണെങ്കിൽ ഇതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിന് ശേഷം എത്രയാണ്, ഇതിപ്പം ഗ്രൂവ് എക്സ്റ്റൻഷൻ ഡയമെൻഷൻ A50 ആണ്. അപ്പോൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്, ഇതാണ് ഗ്രൂവിൻ്റെ ഓപ്പണിങ്, അത് 50 ആണ് കൊടുത്തിട്ടുള്ളത്, 5 cm. ഓക്കെ, നെക്സ്റ്റ് ഗ്രൂവിൻ്റെ ഡയമെൻഷൻ 50. ബി എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഡെപ്ത്, ഉള്ളിലത്തത്. ഇപ്പോൾ ഈ ഒരു ഓപ്പണിങ് A, അതിൻ്റെ ഉള്ളിലത്തെ ഓപ്പണിങ് B. ചെറുതാണെങ്കിൽ ചെറിയ സൈസ് കൊടുക്കുക, ഒരേ സൈസിൽ മതിയെങ്കിൽ ഒരേ സൈസ് കൊടുക്കുക. ഗ്രൂപ്പ് ഡെപ്ത്, അതായത് ഇതിൻ്റെ വീതി, അതിവിടെ മെൻഷൻ ചെയ്ത് കൊടുക്കുക. നെക്സ്റ്റ് ഗ്രൂപ്പ് സ്പേസിങ്, അതായത് എത്ര സ്പേസിങ്ങിലാണ് നിങ്ങൾക്ക് ഈ ഗ്രൂവ് വേണ്ടതെന്നുള്ളത്. 300-ലാണെങ്കിൽ 300. എത്ര പീസ് വേണം നമ്പർ, ഞാനിവിടെ 20 പീസ് കൊടുത്തിട്ട് ക്രിയേറ്റ് കൊടുത്തു. ഇവിടുന്ന് മുകളിലോട്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ വോളിൽ ഗ്രൂവ് ക്രിയേറ്റ് ആവും. കണ്ടോ, ഗ്രൂവ് ക്രിയേറ്റ് ആയിട്ടുണ്ടാവും. അപ്പം അങ്ങനെ നമുക്ക് ഗ്രൂവ് ചെയ്യാൻ പറ്റും. ഇനി ഈ ഒരു കേസിൽ കാണിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഇപ്പം വിൻഡോ ഉണ്ട്, എന്നാലും നമുക്കിവിടെ ഗ്രൂവ് അടിക്കാം. ഇവിടെ ഡബിൾ ക്ലിക്ക് ചെയ്യാം, ഈ ഒരു ഫേസ് ക്ലിക്ക് ചെയ്യാം, ഈ ഗ്രൂവിൽ ക്ലിക്ക് ചെയ്യുക, ഗ്രൂവ് എടുക്കുക, ഇവിടുന്ന് മുകളിലേക്ക് എടുക്കുക. അപ്പോൾ ഈ ജനൽ വെച്ചിട്ട് ഇത് കട്ടാവും. നമുക്ക് ഈസി ആയിട്ട് ഗ്രൂവ് ഉണ്ടാക്കാൻ പറ്റും. അതിനുശേഷം ഉള്ളത് ബിൽഡിംഗ് വേർട്ടിക്കൽ കോളമാണ്. അത് നിങ്ങൾക്ക് വേണ്ടുന്ന കോളംസ് കുറച്ച് 2-3 ടൈപ്പ് കോളംസ് ഉണ്ട്. ആ കോളംസിൽ ബിൽഡ് കോളം എടുക്കുക. നിങ്ങൾക്ക് കോളത്തിൻ്റെ വിത്ത്, ഹൈറ്റ്, വിത്ത് 2, വിത്ത് 1 ഇതാണ്, വിത്ത് 2 ഇതാണ്, അത് മെൻഷൻ ചെയ്യുക. ബിൽഡ് കോളം കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡിഫോൾട്ടായിട്ടൊരു കോളം ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ്, അതൊരു ഈസിയാണ്, വേറൊന്നുമില്ല അതിൻ്റെ അകത്ത്. അതേപോലെ ഇത് ക്രിയേറ്റ് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഫൗണ്ടേഷൻ. നിങ്ങൾക്ക് ഓരോ ടൈപ്പിലുള്ള ഫൗണ്ടേഷൻ ഇടയുണ്ട്. ആ ഫൗണ്ടേഷൻ ക്രിയേറ്റ് ചെയ്യുക. ക്രിയേറ്റ് ചെയ്തതിന് ശേഷം ബിൽഡ് ഫൗണ്ടേഷൻ എടുക്കുക.
നിങ്ങളെ സൈസുകൾ ഇതിൽ മെൻഷൻ ചെയ്ത് കൊടുക്കുക. ബിൽഡ് ഫൗണ്ടേഷൻ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇപ്പം നമ്മളിങ്ങനെ വീട് വരച്ചിട്ടുണ്ട്, അതിൻ്റെ ഫൗണ്ടേഷനിൽ വരയ്ക്കാൻ ഒരു പോയിന്റ് ക്ലിക്ക് ചെയ്യുക, പിന്നെ നമുക്ക് അതിൻ്റെ ഫൗണ്ടേഷൻ വരച്ചു കൊടുക്കുക. എന്തായാലും ആർക്കിടെക്ചറിൽ ചെയ്യുന്ന സിവിൽ ചെയ്യുന്ന ആൾക്കാർക്ക് നല്ല ഉപകാരമുണ്ട്. അവസാനിപ്പിക്കണമെങ്കിൽ ഡബിൾ ക്ലിക്ക് ചെയ്താൽ മതി, ഇതിൻ്റെ ഫൗണ്ടേഷൻ നമുക്ക് ഇങ്ങനെ വരച്ചു കൊടുക്കാൻ പറ്റും. ഓക്കെ, നെക്സ്റ്റ് കൺവേർട്ട് സെലക്റ്റഡ് എഡ്ജസ് ടു പ്രൊഫൈൽ. അതായത് നമ്മൾ ഇവിടെ ഞാനിപ്പോൾ ഇവിടെ ഒരു ട്രസ് പോലത്തെ ഒരു സാധനം മാത്രം ഡീറ്റെയിൽ ഒന്നല്ല എന്നാലും പറയേണ്ടിയിട്ട് ഒരു സാധനം ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ എനിക്ക് പൈപ്പിലേക്ക് കൺവേർട്ട് ചെയ്യണം. ഇത് ഒരു ലൈനാണ്. ഓക്കെ, ഞാനിപ്പോൾ എന്താ ഇപ്പം നമുക്ക് ഓരോന്ന് വരച്ചിട്ട് ഓരോ ലൈനിലേക്ക് മാറ്റാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഇങ്ങനെ വരച്ചതിന് ശേഷം ഞാൻ നോർമൽ സെലക്ട് ചെയ്തു. ഇത് ഫുൾ ഒരു എഡ്ജാണ്. എന്നിട്ട് കൺവേർട്ട് ടു സെലക്റ്റഡ് എഡ്ജസ് ടു പ്രൊഫൈൽ ക്ലിക്ക് ചെയ്തു. ഇതിൽ പലതരത്തിലുള്ളതുണ്ട്. സ്ക്വയർ ഉണ്ട്, റൗണ്ട് ഉണ്ട്, പിന്നെ ബീം, ഐ ബീം ഉണ്ട്, സി ഉണ്ട്. അപ്പോൾ പല ടൈപ്പ് ഉണ്ട്. നിങ്ങൾക്ക് ഏതിലാണ് എങ്ങനത്തെ നാട്. ഇപ്പം ഞാനിപ്പോൾ ഐ ബീം എടുത്തു. ഐ ബീമിൽ സൈസ് കൊടുത്തിട്ടുണ്ട് 100 ഇത് കൊടുത്തിട്ടുണ്ട്. ക്രിയേറ്റ് പ്രൊഫൈൽ കൊടുത്തു കഴിഞ്ഞാൽ ഇതിൽ നിങ്ങൾക്ക് ആ പ്രൊഫൈൽ ക്രിയേറ്റ് ആയിട്ടുണ്ടാവും ലൈൻ വെച്ചിട്ട്. ഓക്കെ, അതിന് വേണ്ടിയിട്ടാണ് ഇത് ഉപയോഗിക്കുന്നത്. നെക്സ്റ്റ് സ്റ്റെയർ നിങ്ങൾക്ക് പല ടൈപ്പിലുള്ള സ്റ്റെയർ ഉണ്ട്. സ്റ്റെയർ ഏതാ വേണ്ടത് വെച്ചാൽ സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്തതിന് ശേഷം ബിൽഡ് സ്റ്റെയർ കേസ് കൊടുക്കുക. നിങ്ങൾ സ്റ്റെപ്പിൻ്റെ വിഡ്ത്ത്, ത്രെഡിൻ്റെ ഹൈറ്റ്, നമ്പർ ഓഫ് റൈസിങ് എത്ര വേണം, ഹാൻഡ് ഗ്രില്ലിൻ്റെ സൈസ്, റൈസിൻ്റെ ഹൈറ്റ്, റൈസറിൻ്റെ ഹൈറ്റ്, ഗ്യാപ്പ് എല്ലാം നിങ്ങൾ മെൻഷൻ ചെയ്യുക. ക്രിയേറ്റ് സ്റ്റെയർ എടുക്കുക. നിങ്ങൾ സ്റ്റെയർ കേസ് കൊടുക്കാൻ ഉദ്ദേശിച്ച സ്ഥലത്ത് നിന്ന് ഇങ്ങോട്ടേക്ക് വരച്ചു കൊടുക്കുക. ഓട്ടോമാറ്റിക്കായിട്ട് അവിടെ നിങ്ങൾക്ക് സ്റ്റെയർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാവും. ഈസി പരിപാടിയാണ്. നെക്സ്റ്റ് ഇതും ബിൽഡിംഗ് സ്റ്റാൻഡേർഡ് എക്സലേറ്റർ നിങ്ങൾ ഷോപ്പിംഗ് മോളിലെല്ലാം കാണുന്നില്ലേ, ആ സാധനം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. അത് ക്ലിക്ക് ചെയ്തിട്ട് അതിൻ്റെ സൈസ്, ഹൈറ്റ് നിങ്ങൾക്ക് എത്രയാണ്, വിത്ത് എത്രയാണ് വേണ്ടത്, ഹൈറ്റ് എത്രയാണ് വേണ്ടത്, ത്രെഡ് എത്രയാണ് വേണ്ടതെന്ന് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് ജസ്റ്റ് നിങ്ങൾ വലിച്ചാൽ മതി ഏത് ഡയറക്ഷനിലാണ്. അവിടത്തേക്ക് നിങ്ങൾക്ക് എക്സലേറ്റർ ക്രിയേറ്റ് ആവും. അങ്ങനെ ക്രിയേറ്റ് ചെയ്യും. ഇത് മോളിൻ്റെ എല്ലാം വർക്ക് ചെയ്യുന്ന സമയത്ത്, ഷോപ്പിംഗ് മോൾസിൻ്റെ എല്ലാം ഡ്രോയിങ് ചെയ്യുന്ന സമയത്ത് ഉപകാരപ്പെടുന്ന സാധനം. സാധാരണ ഇതായി യൂസ് ചെയ്യും. ഓക്കെ, നെക്സ്റ്റ് ക്രിയേറ്റ് വിൻഡോ ഫ്രെയിം. അതായത് ഇവിടെ ഇപ്പം നമ്മൾ 2 വിൻഡോ ഉണ്ട്. അപ്പോൾ നമുക്ക് അവിടെ വിൻഡോന് ഫ്രെയിം വേണം. നമ്മളെന്ത് ചെയ്യണം, ജസ്റ്റ് ഒരു പ്ലെയിൻ വരക്കാം. ഒരു പ്ലെയിൻ വരച്ചതിന് ശേഷം ഇന്ന് റിവേഴ്സ് ചെയ്യുക. റിവേഴ്സ് ചെയ്തിട്ട് ഈ ഒരു പ്ലെയിൻ സെലക്ട് ചെയ്തിട്ട് ഇവിടെ വിൻഡോ ഫ്രെയിമിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഈ ഒരു ഡയമെൻഷൻ നിങ്ങൾക്ക് ഏതാ ഡയമെൻഷൻ വെച്ചാൽ ആ ഡയമെൻഷൻ കൊടുക്കാം. ഇപ്പോൾ 150 ഡെപ്ത് 20 D2 എന്ന് പറഞ്ഞാൽ മെൻഷൻ ചെയ്തിട്ടില്ല, ബെവലാണത്. ഓക്കെ, 10 ഫ്രെയിം വിഡ്ത്ത് 30 വേണ്ട, എനിക്കൊരു 70 വേണം. ക്രിയേറ്റ് വിൻഡോ കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ നിങ്ങളുടെ വിൻഡോ ക്രിയേറ്റ് ആയിട്ടുണ്ടാവും. ഓക്കെ, ഈസി പരിപാടി. ജസ്റ്റ് ഇതിൻ്റെ ഉള്ളിൽ നിങ്ങൾ ഒരു മെറ്റീരിയൽ മാത്രം ഒരു വിൻഡോയിൽ കൊടുത്താൽ മതി. മെറ്റീരിയൽ കൊടുക്കുന്നതിന് ഞാൻ പഴയ വീഡിയോ കാണിച്ചിട്ടുണ്ട്, ചെക്ക് ചെയ്യാം. ഇതിൽ മെറ്റീരിയൽ കൊടുത്താൽ മാത്രം മതി. അല്ലെങ്കിൽ ഈ ഒരു വിൻഡോന് ഗ്ലാസ് ആണെങ്കിൽ ജസ്റ്റ് ഇതിൽ പോയിട്ട് ഗ്ലാസ് എന്ന് പറഞ്ഞിട്ട് മെൻഷൻ ചെയ്തിട്ട് ഇതിൽ ക്ലിക്ക് ചെയ്ത് ഗ്ലാസ് കൊടുക്കും. ഓക്കെ, നെക്സ്റ്റ് ഡോർ ഫ്രെയിം ഇതേപോലെ തന്നെയാണ്. ജസ്റ്റ് ഒരു പ്ലെയിന് വരക്കുക. പ്ലെയിൻ റിവേഴ്സ് ചെയ്യുക. റിവേഴ്സ് ചെയ്തതിന് ശേഷം ഡോറ് ഓപ്പൺ ചെയ്യുക. ഇതിൻ്റെ ഫ്രെയിമിൻ്റെ വിത്ത്, ഹൈറ്റ് എല്ലാം കൊടുക്കുക. കൊടുത്തതിന് ശേഷം ക്രിയേറ്റ് ഡോർ കൊടുത്തു കഴിഞ്ഞാൽ അവിടെ നിങ്ങൾക്ക് ഡോറ് ക്രിയേറ്റ് ആയിട്ടുണ്ടാവും. ഡോറല്ല, നമ്മുടെ അതിൻ്റെ ഫ്രെയിം ക്രിയേറ്റ് ആവും. ഇനി ഒന്നുമില്ല, ജസ്റ്റ് ഇതിൻ്റെ അകത്തൊരു പ്ലെയിന് വരക്കുക. പ്ലെയിൻ വരച്ച ശേഷം റിവേഴ്സ് ഫ്രെയിം കൊടുക്കുക. എന്നിട്ട് അതിന് കുറച്ച് പുറകോട്ട് ഇങ്ങനെ മൂവ് ചെയ്തിട്ട് വെക്കുക. അത് നിങ്ങൾ ഗ്രൂപ്പ് ചെയ്യാത്തതുകൊണ്ടാണ്. ഇത് ജസ്റ്റ് ഡബിൾ ക്ലിക്ക് ചെയ്തിട്ട് ഇങ്ങനെ ഒരു ഗ്രൂപ്പ് ആക്കുക. ഇതിൻ്റെ ഉള്ളിൽ പ്ലെയിൻ കൊടുക്കുക. ഈ പ്ലെയിനിന് ഒരു ഡോറിൻ്റെ പിക്ചർ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഡോർ ക്രിയേറ്റ് ആയി. നെക്സ്റ്റ് ഡോറ് കഴിഞ്ഞു. അടുത്തത് സെലക്റ്റഡ് പ്രീസെറ്റ് വിൻഡോ ടു ഡോർ ഫ്രെയിം. അതായത് ഇതിൻ്റെ ഉള്ളിൽ കുറേ ടൈപ്പ് പ്രീസെറ്റ് വിൻഡോസ് ഉണ്ട്. നിങ്ങൾക്ക് ഇതിൽ ഏത് വിൻഡോ ആണ് വേണ്ടതെന്ന് സെലക്ട് ചെയ്യുക.
നെക്സ്റ്റ് കൊടുക്കാം. പാനൽ വിത്ത് ഹൈറ്റ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വേണ്ടുന്ന രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്യാം. അതിനുശേഷം ക്രിയേറ്റ് ഫ്രെയിം കൊടുത്തിട്ട് ഈ ഒരു പോയിന്റിൽ വെച്ച് ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് അവിടെ കട്ടായിട്ട് അതിൻ്റെ ഉള്ളിലൊരു ഫ്രെയിമും വിൻഡോവും നിങ്ങൾക്ക് ക്രിയേറ്റ് ആവും. ഈ വിൻഡോൻ്റെ എല്ലാം അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്തിട്ട് കറക്റ്റായിട്ട് വെച്ചതാണെങ്കിൽ പെട്ടെന്ന് പരിപാടി ചെയ്യും. അതാണ് ഈ ടൂളിൻ്റെ യൂസ്. അതാണ്. അപ്പം ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വീഡിയോ തീരുക. അപ്പം നെക്സ്റ്റ് ഡിവൈഡ് സെലക്റ്റഡ് ഫേസ് ഇൻ ടു പാനൽ. ഡിവൈഡ് സെലക്റ്റഡ് ഫേസ് ഇൻ ടു പാനൽ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ ഞാനൊരു പ്ലെയിൻ വരച്ചു, റിവേഴ്സ് ഫേസ് ചെയ്തു, ഇതിനെ സെലക്ട് ചെയ്തു, ഡിവൈഡ് സെലക്റ്റഡ് ഫേസ് ഇൻ ടു പാനൽ ക്ലിക്ക് ചെയ്തു. ഇതിനെ ഞാൻ 3 പാനലാക്കി മാറ്റിയിട്ടുണ്ട്. 3 റോവും 3 കോളം 2 ആക്കി. അതിന് ബാക്കി ഫ്രെയിമിൻ്റെ ഡെപ്ത് 150, ഫ്രെയിം വിത്ത് 100 കൊടുത്തിട്ടുണ്ട്, ഡിവൈഡർ വിത്ത് 30 കൊടുത്തിട്ടുണ്ട്, ക്രിയേറ്റ് പാനൽ കൊടുത്തു. അപ്പോൾ ഇങ്ങനെ ഒരു വിൻഡോൻ്റെ ഷേപ്പിലേക്ക് അതിനെ പാനലായിട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാവും. സോ നമുക്കിത് ഈസിയാണ്. ചില വിൻഡോസ് ഒക്കെ ചെയ്യാൻ ഭയങ്കര ഈസിയാണ്, പക്ഷേ ഞാനിതൊന്നും ചെയ്യില്ല. പിന്നെയുള്ളത് ക്രിയേറ്റ് ഗ്രില്ല്. ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പെർഫറേറ്റഡ് ഷീറ്റ് അല്ലെങ്കിൽ ഗ്രില്ല് അല്ലെങ്കിൽ 45 ആംഗിളിൽ അങ്ങനത്തെ ക്രിയേറ്റ് ചെയ്യാൻ ഞാൻ കാണിച്ചു തരാം. പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല. പിന്നെ റിവേഴ്സ് ഫേസ് ചെയ്തു. ഇത് ഞാൻ കോപ്പി ചെയ്തിട്ട് ഇതിൽ 3 വെച്ചു. ഇത് സെലക്ട് ചെയ്തു. സെലക്ട് ചെയ്തതിന് ശേഷം ഈ ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതേണ്ട, ഇത് 45 ഡിഗ്രിയിൽ 2 ഭാഗത്തേക്കും ഗ്രില്ലാണ്. ഇത് സ്ട്രെയിറ്റ്, ഇത് പെർഫറേറ്റഡ്. നമുക്ക് ഫസ്റ്റ് ഈ ഒരു ഡിഫോൾട്ട് മെഷർമെൻറ്റ് വെച്ചിട്ട് ക്ലിക്ക് ചെയ്ത് നോക്കാം. ഇതിപ്പോൾ പെർഫറേറ്റഡ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. അതായത് ഹോളായിരിക്കും കംപ്ലീറ്റ്, ബാക്ക് സൈഡ് ഫ്രണ്ട് സൈഡ് ഹോളായിരിക്കും. നെക്സ്റ്റ് ക്ലിക്ക് ചെയ്തതിന് ശേഷം ഈ ഒരു ഗ്രില്ലിൻ്റെ ഈ സെയിം സാധനം നമുക്ക് തിരിച്ചിടാം. ഇപ്പോൾ ഇവിടെ 300 കൊടുത്തത് ഞാൻ ഇവിടെ 300 കൊടുത്തു. ഈ 300 കൊടുത്തെടുക്കുക ഞാൻ 50 കൊടുത്തു. ഇവിടെ 150 കൊടുത്തു. ക്രിയേറ്റ് ഓപ്പണിംഗ് കൊടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ കട്ടാവും. ഓക്കെ, ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ്. അടുത്തത് ഞാൻ സെലക്ട് ചെയ്തു, എന്നിട്ട് സെയിം ക്ലിക്ക് ചെയ്തു. ഇത് സെയിം തന്നെ. ഞാൻ പക്ഷേങ്കിൽ ഈ ആംഗിളിൽ 45 കൊടുത്തു. ക്രിയേറ്റ് ഓപ്പണിംഗ് ചെയ്ത് കഴിഞ്ഞാൽ ഇതാണ്. ഇതേ സാധനം 45 ഡിഗ്രിയിൽ ഇങ്ങനെ കട്ടാവും. ഇതാണ് ഈ 3 ടൈപ്പാണ് ഈ ഒന്നിൽ ഉണ്ടാക്കാൻ പറ്റുന്നത്. നെക്സ്റ്റ് ബ്ലൈൻഡ്സ് ഉണ്ടാക്കുന്നതാണ് നമുക്ക്. ഓക്കെ, ഇതിൽ നമ്മളൊരു ഇതേപോലെ തന്നെ ഫില്ല് ചെയ്തു, റിവേഴ്സ് ഫേസ് ചെയ്തു. ഈ ഒരു പ്ലെയിൻ സെലക്ട് ചെയ്തതിന് ശേഷം ക്രിയേറ്റ് ഹോറിസോണ്ടൽ ഇതിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നിങ്ങൾക്ക് എത്രയാണ് ഇതിൻ്റെ ഹൈറ്റ് കാര്യങ്ങൾ, ഡെപ്ത്, വിത്ത് എല്ലാം കൊടുത്തതിന് ശേഷം ക്രിയേറ്റ് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബ്ലൈൻഡ്സ് ക്രിയേറ്റ് ആവും. പെട്ടെന്ന് കാണിക്കാനൊക്കെ ഓക്കെയാണ്. ഡീറ്റെയിൽഡ് ആയിട്ടൊന്നും ഉണ്ടാവില്ല, ജസ്റ്റ് കാണിച്ചു കൊടുക്കാം. നെക്സ്റ്റ് ടൈപ്പ് ഓഫ് പ്രൊഫൈൽ ഇൻ എ പ്ലെയിൻ. ഇപ്പം ഇത് ഞാനൊരു പ്ലെയിനിൻ്റെ അകത്ത് ഇങ്ങനെ വെറുതെ ഒരു ഡിസൈൻ ഇങ്ങനെ കട്ട് ചെയ്തിട്ടതാണ്. ഓക്കെ, ഇവിടെ വെറുതെ ലൈൻ വരച്ചതാണ്. ഒരു പ്ലെയിനിൽ ഇങ്ങനെ ലൈൻ വരച്ചതാണ്. നമുക്ക് ഇതിൽ ഡബിൾ ക്ലിക്ക് ചെയ്യുക. ഈ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തിട്ട് ഈ ഫ്രെയിമിൻ്റെ വിഡ്ത്ത്, ഈ ഒരു വിഡ്ത്ത് 50/50 കൊടുത്തിട്ട് 50/50 കൊടുത്ത് ഞാൻ ക്രിയേറ്റ് പ്രൊഫൈൽ കൊടുത്തു കഴിഞ്ഞാൽ ആ പ്രൊഫൈൽ ഇവിടെ ക്രിയേറ്റ് ആവും. ഓക്കെ, ഇനി നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ ജസ്റ്റ് ഗ്ലാസ് ആണെങ്കിൽ ഗ്ലാസ് ഫില്ല് ചെയ്താൽ മാത്രം മതി. നെക്സ്റ്റ് ഇത് വേറൊരു സ്റ്റൈൽ. അത് തന്നെയാണ്, പ്രൊഫൈൽ മാറും. നിങ്ങൾക്ക് ഈ ഒരു പ്രൊഫൈൽ ഉണ്ട്. നെക്സ്റ്റ് പ്രൊഫൈൽ ആണെങ്കിൽ റൗണ്ട്. ഓക്കെ, ഇതിലിപ്പോൾ റൗണ്ടിലായിരിക്കും അത് ക്രിയേറ്റ് ആവുക, പൈപ്പ് പോലെ ക്രിയേറ്റ് ആവും. നെക്സ്റ്റ് ഇതിൽ ഡബിൾ ക്ലിക്ക് ചെയ്തിട്ട് അതേപോലെ തന്നെ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വേറെ ഒരു പ്രൊഫൈല്. ഇപ്പം ഇത് കണ്ടോ, ഇത് വേറെ പ്രൊഫൈലാണ്, ഇത് വേറെ പ്രൊഫൈലാണ്. ഈ ഒരു പ്രൊഫൈൽ ആവണമെങ്കിൽ ക്രിയേറ്റ് പ്രൊഫൈൽ കൊടുത്തു കഴിഞ്ഞാൽ ഇത് C ചാനൽ പോലത്തെ പ്രൊഫൈലിനകത്ത് ഇത് ക്രിയേറ്റ് ആയിട്ടുണ്ടാവും. അപ്പോൾ അതിനുള്ളതാണ് ഈ ഒരു ഓപ്ഷൻ. അപ്പം നിങ്ങൾക്ക് കൂടുതൽ ഇതിനകത്ത് വർക്ക് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഓരോ ഐഡിയാസ് കിട്ടും. അപ്പം എനിക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് ഓരോന്നും പറയാനുള്ള സമയമില്ല, അതുകൊണ്ടാണ് പിന്നെ ബേസിക് പറഞ്ഞു പോകുന്നത്. നെക്സ്റ്റ് ക്രിയേറ്റ്
റാഫ്റ്റേഴ്സ് ആൻഡ് ജോയിൻസ്. അതായത് നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ ഒരു ജോയിൻറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ 2 ഫേസ് സെലക്ട് ചെയ്യുക, കോപ്പി ചെയ്തിട്ട് പേസ്റ്റ് ഇൻ പ്ലേസിൽ എഡിറ്റിൽ പേസ്റ്റ് ഇൻ പ്ലേസ് ചെയ്യുക. അപ്പോൾ ആ ഒരു ഫേസ് അവിടെ തന്നെ കോപ്പി ചെയ്തിട്ടുണ്ടാവും. അതിൽ ഒരു ഫേസ് സെലക്ട് ചെയ്തതിന് ശേഷം ഇതിൽ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ഏത് ടൈപ്പാണ് ജോയിൻസ് കൊടുക്കേണ്ടതെന്ന് വെച്ചാൽ ജോയിൻസ് ഏത് ടൈപ്പാണെന്ന് നോക്കുക. അപ്പോൾ എനിക്ക് സ്റ്റാൻഡേർഡ് ആയിട്ടുള്ളത് മതി. ക്രിയേറ്റ് ജോയിൻ കൊടുത്തു. ഞാൻ ഈ ഒരു പോയിന്റിൽ നിന്ന് ഈ ഒരു പോയിന്റിലേക്ക് ഒരു റെഫറൻസ് ലൈൻ വരച്ചു കൊടുത്തു. ഓട്ടോമാറ്റിക്കായിട്ട് അവിടെ ഇത് വന്നിട്ടുണ്ടാവും. നെക്സ്റ്റ് ഈ ഒരു സെലക്ട് ചെയ്യുക, ഇതിൽ ക്ലിക്ക് ചെയ്യുക, ക്രിയേറ്റ് ജോയിൻസ് എടുക്കുക, ഇവിടുന്ന് ഇവിടത്തേക്ക് വരച്ചു കൊടുക്കുക, അവിടെ നിന്ന് ഇങ്ങോട്ടേക്കും ആ ഒരു ജോയിൻറ്റ് വന്നിട്ടുണ്ടാവും. പലതരത്തിലുള്ള പ്രൊഫൈലുണ്ട്, അത് നിങ്ങൾ വരച്ച് ടെസ്റ്റ് ചെയ്ത് നോക്കുക. നെക്സ്റ്റ് ഓട്ടോമാറ്റിക്. ഓക്കെ, നമ്മുടെ നാട്ടിലത്തെ വീടിൻ്റെയൊക്കെ ഓടിൻ്റെ അടിയിൽ നമ്മൾ ഇത് കൊടുക്കുന്നില്ലേ, മരത്തിൻ്റെ സപ്പോർട്ടിന് ചേർക്കുന്ന, ഞങ്ങളുടെ നാട്ടിൽ കഴുക്കു എന്നെല്ലാം പറയും. ആ സാധനം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇത് സെലക്ട് ചെയ്യുക, ഈ ഒരു ഫേസ് സെലക്ട് ചെയ്യുക, കോപ്പി ചെയ്യുക, എഡിറ്റിൽ പേസ്റ്റ് ഇൻ പ്ലേസ് കൊടുക്കുക. ഇതും ഈ ഫേസും ഞാൻ സെലക്ട് ചെയ്തതിന് ശേഷം ഇതിൽ ക്ലിക്ക് ചെയ്ത് ഓട്ടോമാറ്റിക് ക്രിയേറ്റ് റിഡ്ജസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾ ആ സൈസ് കാര്യങ്ങൾ ഇതെല്ലാം സിവിൽ ചെയ്യുന്ന ആൾക്കാർക്ക് ഇതിൻ്റെ കറക്റ്റ് ഡയമെൻഷൻസ് ഒക്കെ അറിയാൻ പറ്റും. അപ്പോൾ അത് ചെയ്തിട്ട് ക്രിയേറ്റ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ഫുൾ വുഡ് വർക്കിൻ്റെ ആ സാധനം കറക്റ്റായിട്ട് വരും. ഇനി നിങ്ങൾ ഇതിൻ്റെ മേലെ ജസ്റ്റ് ഒരു പ്ലെയിൻ വരച്ചതിന് ശേഷം നമുക്ക് അതിൽ റൂഫ് സെറ്റ് ചെയ്യാൻ പറ്റും. അത് ഞാൻ കാണിച്ചു തരാം. ആ ഒരു ഈ ഒരു ടൂളാണത്. അത് വരുമ്പോഴേ ഞാൻ ഇതിൽ തന്നെ കാണിച്ചു തരാം. ഓക്കെ, നെക്സ്റ്റ് റൂഫ് ക്രിയേറ്റ് ചെയ്യുന്നതാണ്. ഇപ്പം ഞാൻ ബിൽഡിങ് വരച്ചു, നേരത്തെ നമ്മൾ വോള് വരച്ചിട്ടില്ലേ, അതേപോലെ വെച്ച് വോള് വരച്ചതിന് ശേഷം നമ്മൾ അതിൻ്റെ ടോപ്പ് ഭാഗം നമ്മൾ ജസ്റ്റ് ഇങ്ങനെ ഒരു ലൈൻ വരച്ചു കൊടുത്തിട്ട് ഈ ഒരു ഫിൽ ഏരിയ ആക്കി വെക്കുക. നിങ്ങൾ തറ വരച്ച അതേ സാധനം തന്നെ കോപ്പി എടുത്ത് മുകളിൽ വെച്ചാൽ മതി. അതിനുശേഷം ഈ ഒരു ഫേസിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം മേക്ക് റൂഫ് എടുക്കുക. നിങ്ങളുടെ ഡിഗ്രി, അതായത് 30 ഡിഗ്രി ആംഗിളിലാണ് സാധാരണ എല്ലാവരും ചെയ്യാറ്. 30 ഡിഗ്രി ആംഗിൾ കൊടുക്കുക. പിന്നെ ഇതിൻ്റെ ഹൈറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഹൈറ്റ് കാണിച്ചു തരും. ഇതിപ്പോൾ ഉള്ളിലത്തെ ഹൈറ്റാണ്, ഉള്ളിലത്തെ വിത്ത്, ഇതിൻ്റെ ഹൈറ്റ്, വെർട്ടിക്കൽ ഫ്രം വോൾ ടു പ്ലേറ്റ് ലെവല്, പിന്നെ ഫേസ് ഡെപ്ത്, ഇത് ഇവിടുന്ന് ഇവിടത്തേക്കുള്ള ഡെപ്താണ് ചോദിക്കുന്നത്. അതെല്ലാം കറക്റ്റ് എത്രയാണ് വേണമെന്ന് വെച്ചാൽ നിങ്ങൾക്ക് കൊടുക്കുക. ക്രിയേറ്റ് റൂഫ് കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങളുടെ റൂഫ് റിഡ്ജ് എല്ലാം ഇവിടെ ക്രിയേറ്റ് ആയിട്ടുണ്ടാവും. ഓക്കെ, നെക്സ്റ്റ് ഷീറ്റ് ഇടുന്നത് മറ്റു നമ്മൾ ഇതുണ്ടാവില്ലേ, ഇതിൻ്റെ മുകളിലിടുന്ന ഷീറ്റിൻ്റെ കാര്യമാണ്. അപ്പം അത് ഇവിടെയും കാണിക്കാം, നമുക്ക് ഇതിൽ കാണിക്കാം. അപ്പോൾ കുറച്ചും കൂടി വൃത്തിയുണ്ടാവും. നമ്മൾ ഇത് ഡബിൾ ക്ലിക്ക് ചെയ്യുക, ഈ ഒരു ഫേസ് സെലക്ട് ചെയ്യുക. ഓക്കെ, ഈ ഒരു ഫേസ് സെലക്ട് ചെയ്തതിന് ശേഷം ഇത് ക്ലിക്ക് ചെയ്യുക. ഇതിൽ പല തരത്തിലുള്ളുണ്ട്, പല ടൈപ്പിലുള്ളതുണ്ട്. അത് നിങ്ങൾക്ക് അതിൽ ഏതാ വേണ്ടത് വെച്ച് ഞാൻ സെലക്ട് ചെയ്യുക. ഞാൻ ഇത് സെലക്ട് ചെയ്ത് ക്രിയേറ്റ് മെറ്റൽ എടുത്തു, ഇവിടത്തേക്ക് ഡ്രാഗ് ചെയ്തു. ക്രിയേറ്റ് ആയി. നെക്സ്റ്റ് ഈ ഒരു ഏരിയ സെലക്ട് ചെയ്തതിന് ശേഷം ഇത് സെലക്ട് ചെയ്തിട്ട് ഇവിടത്തേക്ക് ഓക്കെ, അങ്ങനെ നമുക്ക് എല്ലാ ഭാഗവും ഇങ്ങനെ വരച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ സമയം പോകും വരച്ചു കഴിഞ്ഞാൽ. നമുക്കിനി ഇവിടെ ഇതിൻ്റെ കളറ് മാത്രം ഇവിടെ മെൻഷൻ ചെയ്ത് കൊടുക്കുക. കളറോ ടെക്സ്ചറോ എന്താ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്ലൈ ചെയ്യാം. അങ്ങനെ കളർ മെൻഷൻ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ റൂഫ് പെട്ടെന്നൊരു റൂഫ് റെഡിയാക്കാൻ ഇത് എളുപ്പമാർഗമാണ്. നെക്സ്റ്റ് ക്രിയേറ്റ് കട്ട് ഫില്ലഡ് ലെവലിൻ്റെ പ്ലാറ്റ്ഫോം ഓൺ സൈറ്റ്. അതായത് നിങ്ങൾ അൺഈവൺ ആയിട്ടുള്ള ചില സ്ഥലങ്ങളുണ്ടാവും, ചില ഏരിയാസ്. അപ്പോൾ നമുക്ക് ഈ നമ്മളെ പ്ലാനിൻ്റെ ഈ ഒരു ഏരിയ ഇതിൽ പ്രൊജക്റ്റ് ചെയ്ത് വെക്കണം എന്നുണ്ടെങ്കിൽ ഫസ്റ്റ് നമ്മൾ ഇതിൽ ക്ലിക്ക് ചെയ്യാം. അതിനുശേഷം ഇതിൽ ക്ലിക്ക് ചെയ്യാം, ക്രിയേറ്റ് എ കട്ട് ആൻഡ് ഫിൽഡ് ലെവൽ.
ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇതിൻ്റെ ടോപ്പിൽ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ നിങ്ങൾക്ക് ആ ലൈന് വരുന്നുണ്ട്, ആ ലൈനിൽ ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് നിങ്ങൾ ടോപ്പ് ആംഗിൾ, അപ്പർ ആംഗിൾ, ലോവർ ആംഗിൾ 90 ഡിഗ്രി തന്നെ കറക്റ്റാണ്. ഓക്കെ കൊടുക്കുക. കുറച്ച് സമയം എടുക്കും, ക്രിയേറ്റ് ആണ്. ഇപ്പോൾ കറക്റ്റ് ആ ഭാഗം കട്ട് ചെയ്ത് പോയിട്ട് നിങ്ങൾക്ക് അവിടെ ഫ്ലാറ്റ് സർഫേസ് ആയി. ഇനി നിങ്ങൾക്ക് ഇതിൻ്റെ മേലെ വീട് വരച്ച് തുടങ്ങാം. ഇതിൻ്റെ മേലെ കറക്റ്റ് ഇതിൻ്റെ മേലെ നമുക്ക് ഒരു വീട് വരച്ചിട്ട് ഓപ്പൺ ചെയ്യാം. അപ്പോൾ നിങ്ങൾ സ്ലാൻഡ് ആയിട്ടുള്ള സ്ഥലത്ത് നമുക്ക് വീട് വരക്കാൻ പറ്റും. അതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ്. നെക്സ്റ്റ് ഈ ഇങ്ങനെയുള്ള ഒരു അൺഈവൻ ആയിട്ടുള്ള ഒരു സ്ഥലത്ത് നമുക്ക് ഒരു വേലി കെട്ടണം. അപ്പോൾ നമ്മൾ അതിന് നമുക്ക് വരക്കാനൊന്നും പറ്റില്ല, ഇതിലൊന്നും ലൈനൊന്നും വർക്ക് ചെയ്യില്ല, ഇങ്ങനെ പോവാം ലൈന്. അപ്പോൾ നമുക്ക് ഈ ഒരു പ്രൊജക്ഷൻ, നമ്മൾ ഈ ഒരു സ്ഥലത്തിൻ്റെ പ്രൊജക്ഷൻ ഇവിടെ പ്രൊജക്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇതിൽ ക്ലിക്ക് ചെയ്യുക. നെക്സ്റ്റ് ഇതിൽ രണ്ടാമത്തത് ക്ലിക്ക് ചെയ്യുക, ട്രേസ് ആയിട്ട് എടുക്കുക. അത് ക്ലിക്ക് ചെയ്തിട്ട് ഈ ഒരു ബൗണ്ടറിയിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അത് ആ ഒരു ഫേസ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കണ്ട ഈ ഒരു ലൈൻ ഇതിൽ പ്രൊജക്റ്റ് ആയിട്ടുണ്ടാവും. സോ നമ്മളിത് ഫുള്ളായിട്ട് സെലക്ട് ചെയ്യുക. ഇതൊന്നും വേണ്ട, ഇതിൽ ഈ ഒരു അതായത് ഇങ്ങനെ സെലക്ട് ചെയ്തതിന് ഇവിടെ ഡബിൾ ക്ലിക്ക് ചെയ്താൽ മതി. ഈ ഒരു ലൈൻ സെലക്ട് ചെയ്തതിന് ശേഷം ഈ പ്രൊഫൈൽ ബിൽഡറിലെ അസംബ്ലി എന്ന് പറഞ്ഞ ടൂൾ ഉപയോഗിച്ചിട്ട് ഇതിൻ്റെയൊക്കെ ഞാൻ പ്രീവിയസ് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. പെയ്ഡ് പ്ലഗിനാണ്, അവന് കുറേ പ്രൊഫൈൽസ് ഉണ്ട്, അതായത് വേലികൾ പല ടൈപ്പിലുള്ളതുണ്ട്. നിങ്ങൾക്ക് കസ്റ്റമായിട്ടുള്ളത് കൊണ്ട് ക്രിയേറ്റ് ചെയ്യാം. ഞാൻ ജസ്റ്റ് ഇത് തന്നെ എടുത്താണ്, ക്ലിക്ക് ചെയ്തു. എന്നിട്ട് എനിക്ക് ഈ ഒരു ലൈനിലാണ് ഈ ഒരു വേലി വരേണ്ടത്. അൺഈവനായിട്ട് തന്നെ വരണം, സ്ട്രൈറ്റ് ആയിട്ട് പോയത്. സോ ഇതിൽ ബിൽഡ് അലോങ് പാത്ത് കൊടുത്തു. അപ്പോൾ ഈ ഒരു പാത്തിൽ ആ വേലി ക്രിയേറ്റ് ആവും. വേലി ക്രിയേറ്റ് ആയി. അപ്പോൾ നിങ്ങൾക്ക് കറക്റ്റ് നോക്കിയാൽ തരും, കണ്ടോ അൺഈവൻ സർഫേസിൽ ആ വേലി ക്രിയേറ്റ് ആയിട്ടുള്ളത്. സ്ട്രൈറ്റ് ഒന്നുമല്ല, അൺഈവൻ ആയിട്ടുള്ള സർഫേസിലാണ് ക്രിയേറ്റ് ആയിട്ടുള്ളത്. അൺഈവൻ ആയിട്ടുള്ള സർഫേസിലാണ് ആ വേലി ക്രിയേറ്റ് ആയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ അതിനു വേണ്ടിയിട്ടാണ് ഈ ഒരു പ്രൊജക്ഷൻ മെത്തേഡ് യൂസ് ചെയ്യുന്നത്. ഇത് മാത്രമല്ല, നിങ്ങൾക്ക് ഇനിയും വേറെ ടൈപ്പ് ഉള്ളത് ക്രിയേറ്റ് ചെയ്യണമെങ്കിലും ക്രിയേറ്റ് ചെയ്യാം. ഇതിൽ ക്ലിക്ക് ചെയ്തിട്ട് വേറെ ഒരു വേലി സെലക്ട് ചെയ്തതിന് ശേഷം ബിൽഡ് അലോങ് പാത്ത് കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു പാത്തിൽ ഈ ഒരു വേലി പ്രൊജക്റ്റ് എടുക്കാം. കണ്ട, അപ്പോൾ ഇങ്ങനെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് ഉള്ള ഒരു ഓപ്ഷൻ ഈ ടെറൈൻ എന്ന് പറഞ്ഞിട്ടുള്ളതാണ്. ഇതൊന്നും എന്തിനാണ് ഉപയോഗിക്കുന്നത് എനിക്ക് വലിയ പിടുത്തമില്ല, കാരണം ഇതൊന്നും ഞാൻ ഉപയോഗിക്കുന്നത് അധികം കണ്ടിട്ടില്ല. ഇതിനകത്ത് ഈ ഒരു ഫേസ് സെലക്ട് ചെയ്യുക, അതിനുശേഷം ഈ ടെറൈനിൽ ക്ലിക്ക് ചെയ്യുക, ഒരു സ്റ്റാർട്ടിംഗ് പോയിന്റ് ക്ലിക്ക് ചെയ്യുക, നിങ്ങളുടെ സൈസ് എത്രയാണെന്ന് മെൻഷൻ ചെയ്യുക. കുറച്ച് സമയം എടുക്കും അത് ക്രിയേറ്റ് ആയി വരാൻ. അത് നമ്മളെ ഈ ഒരു ടെറൈനെല്ലാം ഉണ്ടാവില്ല, ഇങ്ങനെ എന്താ പറയാ, എനിക്ക് അതിൻ്റെ കറക്റ്റ് വേർഡൊന്നും അറിയില്ല. ഇങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്നത് ഇതാണ് ടെറൈൻ. അതായത് നമ്മൾ മലകൾ അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് തട്ടായിട്ട് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് ടെറൈൻ എന്ന് പറഞ്ഞ ഓപ്ഷൻ. അപ്പോൾ അതിനെപ്പറ്റി എനിക്ക് കൂടുതലായിട്ടൊന്നും അറിയില്ല. അപ്പം അതിനു വേണ്ടി ഉപയോഗിക്കുന്നതാണ് ഈ പ്ലഗിൻ എന്ന് മാത്രം അറിയാം. ഒരു സമയം എടുക്കും ക്രിയേറ്റ് ആയി വരാൻ, കാരണം ഇതിൻ്റെ സൈസ്. ഈ ഒരു പ്ലഗിന് അതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ സാധനം. സമയം ഒരുപാട് പോയി. അപ്പം ഇതാണ് ഈ 100 ബിറ്റ് പ്രോ എന്ന് പറഞ്ഞിട്ടുള്ള പ്ലഗിൻ. കുറേ സാധനങ്ങളൊക്കെ നമുക്ക് സ്ഥിരം യൂസ് ആവുന്നതാണ് ആർക്കിടെക്ചറൽ സംഭവങ്ങൾക്ക്. കുറച്ചൊക്കെ എപ്പോഴെങ്കിലും ഒരിക്കൽ ഉപയോഗിക്കുകയുള്ളൂ. അപ്പം നിങ്ങൾ ഈ ഒരു പ്ലഗിൻ നിങ്ങൾക്ക് ഇതിലെ ഈ എൻ്റയർ പ്ലഗിൻസിൽ ഇതാണ് ഏറ്റവും വലുത്. കാരണം ഈ ഒരു പ്ലഗിന് മാത്രമാണ് ഇത്രയും സമയം എടുത്തത്. ബാക്കിയെല്ലാം ചെറിയ പ്ലഗിൻസാണ്. സോ ഇത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇതിലിനി എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് എനിക്ക് കമൻറ്റ് ചെയ്തോ. ഞാനിത് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് എൻ്റെ നമ്പറിൽ വിളിച്ചാലും ഞാൻ പറഞ്ഞുതരാം, എനിക്ക് മെസ്സേജ് അയച്ചു കഴിഞ്ഞാലും ഞാൻ പറഞ്ഞുതരാം. എൻ്റെ വാട്സാപ്പ് നമ്പറും ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഡൗട്ടുള്ള ആൾക്കാർക്ക് വാട്സാപ്പ് അയക്കാം, നിങ്ങൾ വിളിച്ച് ചോദിക്കണമെങ്കിൽ വിളിച്ച് ചോദിക്കാം. ഞാനെല്ലാം പറഞ്ഞു തരുന്നതായിരിക്കും. രാവിലെ 10 മണി തൊട്ടിട്ട്
വൈകുന്നേരം 5 മണിക്കുള്ളിൽ നിങ്ങൾക്ക് എപ്പോൾ വണ്ടിക്കിന് വിളിക്കാം. സോ ഈ പ്ലഗ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. കൂടുതലായിട്ടുള്ള വീഡിയോസുമായിട്ട് ഞാൻ ഇനിയും വളർന്നു വരും. കൂടുതൽ ട്യൂട്ടോറിയലുകൾ നമുക്ക് ഈ ഇൻറ്റീരിയറിൻ്റെയും എക്സ്റ്റീരിയർ മോഡലിങ്, എക്സ്റ്റീരിയർ റെൻഡറിങ് എന്നൊക്കെ നമുക്ക് കൂടുതലായിട്ട് പോകാനുണ്ട്. ഇൻറ്റീരിയർ റെൻഡറിങ്, ഓരോ ഒറിജിനലായിട്ടൊരു വീട് എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത് എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കണം. സോ അടുത്തടുത്ത വീഡിയോയിൽ അതെല്ലാം നിങ്ങൾക്ക് കാണാം. കുറച്ച് ഡിലേ ആയിപ്പോയി, ഒരു ഡെയിലി അപ്ഡേറ്റ് ഞാനിടും. ഓക്കെ, അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ഗുഡ് നൈറ്റ്.